എന്തിനാ ടെൻഷൻ? കാരണം എന്തിനാ ടെൻഷൻ? റീസൺ എന്താ? റീസൺ ഫോർ ടെൻഷൻ എന്താ? ദ ടെൻഷന്റെ റീസൺ ലാസ്റ്റ് ചാൻസ്, അവസാന ചാൻസ് ആണ്. പലരുടെയും അവസാന ചാൻസ് അല്ലേ? ഇത് അല്ലേ? എക്സാം അവസാന ചാൻസ് അല്ലേ? കോമ്പറ്റീഷൻ നോക്കണ്ട, കോമ്പറ്റീഷൻ ടൈം കുറവാണ് നോക്കണ്ട. ടൈം കുറവാൻ കാരണം ജോലിയില്ലേ? സമയം അത് കുറവാണെന്ന് തോന്നാൻ കാരണം ജോലിയില്ലേ? ജോലി കൊണ്ട് വീട്ടിലെ കാര്യം നോക്കണം, ഫാമിലി നോക്കണം, അതുകൊണ്ടല്ലേ ടൈം കുറവ്. അല്ലാതെ പഠിക്കാൻ ടൈം കുറവുണ്ടോ? ഇല്ല. കറക്റ്റ് അല്ലേ? അല്ലാതെ പഠിക്കാൻ ടൈം 2 മാസം മതി. ശരിയല്ലേ? പോർഷൻസ് ഒത്തിരി നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സമയം നിങ്ങൾ കണ്ടെത്തുന്നു. രാവിലെ ആയാലും ഏർലി മോർണിംഗ് ആയാലും എപ്പോഴായാലും സമയം നിങ്ങൾ കണ്ടെത്തുന്നു. ഏർലി മോർണിംഗ് ആയാലും ലേറ്റ് നൈറ്റ് ആയാലും എപ്പോഴായാലും സമയം നിങ്ങൾ കണ്ടെത്തുന്നു. ജോലി ഉള്ളവരാണ്, ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, നോക്കണം, ജോലിക്ക് പോകണം, കിച്ചൺ നോക്കണം, എല്ലാം നോക്കണം. അവിടെ മാത്രം ഒതുങ്ങിയാൽ മതിയോ? പാടില്ല. സർക്കാർ ജോലി വേണ്ടേ? സമയം ഇല്ല എന്ന് പറയരുത്. ഉണ്ടോ? സമയമുണ്ടോ? ഞാൻ 57 ദിവസം തരാം. 57 ദിവസം സമയം തരാം. പറ്റുമോ? 57 ദിവസം ഞാൻ എൻ്റെ രാത്രിയും പകലും തരാം. പറ്റുമോ? 57 ദിവസം ഞാൻ എൻ്റെ രാത്രിയും പകലും തരാം. വിജയിക്കുമോ? വാക്ക് തരിക. 57 ദിവസം ഞാൻ എൻ്റെ രാത്രിയും പകലും തരാം. ജയിക്കുമോ? ഒരാൾ എപ്പോഴും കൂടെ ഉണ്ട് എന്ന് കരുതിയാൽ ജയിക്കുമോ? 57 ദിവസം ഞാൻ രാത്രിയും പകലും ഉണ്ടായിരിക്കും. ആർക്കെങ്കിലും എക്സാം കാണണോ? എക്സാമ്പിൾ കാണണോ? വേണമെങ്കിൽ നാളെ രാത്രി ഞാൻ 1 മണി ക്ലാസ് വെക്കട്ടെ. വേണമെങ്കിൽ നാളെ രാത്രി 1 മണി ക്ലാസ് വെക്കട്ടെ. 1 AM വെക്കട്ടെ? അറ്റൻഡ് ചെയ്യോ? വെക്കണോ? ഒരു എക്സാമ്പിൾ ചോദിക്കുന്നത്. എക്സാമ്പിളാ. വേണോ? 1 മണിക്ക് പഠിക്കൂ. അതാ പറഞ്ഞത്. പഠിക്കും. എല്ലാവരും പഠിക്കും. ഈ കൂടുതൽ എല്ലാം പഠിക്കും. അതും പഠിക്കാൻ ആവശ്യമില്ല. ഞാൻ തരുന്നതിനെ പഠിച്ചോ. ആ സെല്ല് തൊട്ട് ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തു. ഇത് മസ്കുലൈൻ കംപ്ലീറ്റ് ചെയ്തോ? സെല്ല്, ടിഷ്യൂ, എപ്പിത്തീലിയം, ഫൗണ്ടേഷൻ, മസ്കുലർ കംപ്ലീറ്റ് ചെയ്തോ? പറഞ്ഞേ. ചെയ്തോ. ഇത് സിമ്പിളാ. കാരണം ബാക്കി എല്ലാവർക്കും സിമ്പിളാ. സോ വി ക്യാൻ സ്റ്റാർട്ട്. എന്താണ് പീഡിയാട്രിക് നഴ്സിംഗിന്റെ ഇൻട്രൊഡക്ഷൻ? ഓൺഗോയിങ് അല്ലേ? ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്യട്ടോ. ഫൗണ്ടേഷൻ ഇമ്പോർട്ടന്റ് കംപ്ലീറ്റ് ചെയ്യട്ടോ. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ പീഡിയാട്രിക് നഴ്സിംഗ്. പീഡിയാട്രിക് നഴ്സിംഗിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമോ? സ്പീഡൊന്നും വേണ്ട. സ്പീഡ് വേണ്ട, സ്ലോ മതി. ഇത് പീഡിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പീഡിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പീഡിയ എന്താ അർത്ഥം? എന്താ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പീഡിയ സ്റ്റാർട്ട് ചെയ്യാം. എന്താ വാക്കിന്റെ അർത്ഥം? പീഡിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ചൈൽഡ് അല്ലേ? ചൈൽഡ്. ലിറ്ററിക്ക് എന്താ?
പീഡിയ കഴിഞ്ഞാൽ ഇട്രിക് എന്താ? ഇട്രിക് മീൻസ് എന്താ? ഇട്രിക് മീൻസ് എന്താ? ഇട്രിക് ഇട്രിക് ഇക്സ് ഇല്ല, ഇട്രിക് മാത്രം. ട്രീറ്റ്മെന്റ് അല്ലേ? ട്രീറ്റ്മെന്റ് അല്ലേ? ട്രീറ്റ്മെന്റ് അല്ലേ? ആണ്. ലാസ്റ്റ് ഇക്സ് എന്താ? ഇക്സ് എന്താ? ദ ബ്രാഞ്ച് ഓഫ് ദ മെഡിക്കൽ സയൻസ് അല്ലേ? സോ ദ പീഡിയാട്രിക് എന്ന് പറഞ്ഞത്, പീഡിയ എന്ന് പറഞ്ഞ മീൻസ് ചൈൽഡ്. ദ പീഡിയ എന്ന് പറഞ്ഞപ്പോഴും ചൈൽഡ് ആണ്. ഇട്രിക്സ് എന്ന് പറഞ്ഞപ്പോഴും ട്രീറ്റ്മെന്റ് ആണ്. ലാസ്റ്റ് ഇക്സ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ പീഡിയാട്രിക് നഴ്സിംഗിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, ബേസിക്സ് ഓഫ് നഴ്സിംഗ് ഇൻ ദ പീഡിയാട്രിക്. കാണുന്നുണ്ടോ? എപ്പോഴും പഠിപ്പിക്കുമ്പോ സാർ എന്താണ് ദ ബേസിക്സ് പഠിപ്പിക്കുക? ശരിയല്ലേ? ശരിയല്ലേ? എന്ത് പഠിപ്പിച്ചാലും ഏത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്താലും ബേസിക്സ് പഠിക്കാറ് എന്താ? എന്തുകൊണ്ടേ? എന്ത് പഠിപ്പിച്ചാലും ദ ബേസിക്സ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറ് എന്താ? ചോദ്യം വരുമോ? ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന ദ മിനിമം അല്ല മാക്സിമം രണ്ട് ചോദ്യം എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഭാഗമാണ്. ഈ ഒരു ക്ലാസ്സിലെ രണ്ട് ചോദ്യം അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. രണ്ട് ചോദ്യം എപ്പോഴും എക്സ്പെക്ട് ചെയ്ത് ചോദ്യം വരുന്ന ഭാഗമാണ്. രണ്ട് ചോദ്യം എപ്പോഴും വരും. സോ സ്റ്റാർട്ട് ചെയ്യാം. പീഡിയാട്രിക്സ്, ദ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും ഇത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത് എന്താ? ഇത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ? എപ്പോഴും ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം എന്താ? ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ, ശരിയല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യം എന്താ ഗ്രോത്ത് എന്നും എന്താണ് ഡെവലപ്മെന്റ് എന്നല്ലേ? ഒരു കുഞ്ഞിന്റെ എന്താണ് ദ ഗ്രോത്ത് എന്നും എന്താണ് ദ ഡെവലപ്മെന്റ് എന്നല്ലേ? ശരിയല്ലേ? ആ രണ്ട് വേർഡിന്റെയും ഡെഫിനിഷൻ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. കമന്റ് ചെയ്യടേ, ടെൻഷൻ വേണ്ട, ഫ്രീ കമന്റ് ചെയ്യും. തെറ്റിപ്പോയ എന്താ ആരെങ്കിലും നീ പറയുന്ന വേണ്ട കേട്ടോ. തെറ്റിപ്പോയാൽ ഞാൻ പറയില്ല, ഞാൻ ഒന്നും പറയും. ഞാൻ പറയാം, പറയും തെറ്റിപ്പോയെന്ന് പറയും. നിങ്ങൾ ഫ്രീ ആണ്, നിങ്ങളുടെ എന്താ ഓപ്പൺ ഫ്രീ ആണ്. ഞാൻ ഒന്നും പറയില്ലല്ലോ, അറിയോ? ഞാൻ അങ്ങനെയല്ല. ഞാൻ എന്താണ് നിങ്ങളെ സ്ട്രെസ്സിൽ പിടിച്ചിരുന്ന ആളല്ല, ഫ്രീ ആയിട്ട് നിർത്തുന്ന ആളാണ്. പറയൂ. ഇല്ല, ഇപ്പോൾ ഞാൻ പറയും പാസ്സാവും. 2 മാസം ബേസിക്സ് കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിൽ പാസ്സാവും. ചെയ്തോ? ആ ചെയ്യുന്നു. 1-2 ദിവസം ലീവ് എടുത്ത് ചെയ്യുന്നു. 1-2 ദിവസം ലീവ് എടുത്ത് ബേസിക്സ് കംപ്ലീറ്റ് ചെയ്യും. 1-2 ദിവസം ലീവ് എടുത്ത് കള്ളം പറയടേ, എനിക്ക് പനിയാണ്, എനിക്ക് സുഖമില്ല, നിൽക്കാൻ വയ്യ, ഇന്ന് വരാൻ പറ്റില്ല, ഇന്നും നാളെ ലീവാണ്, ഞാൻ പറയൂടെ ആരെങ്കിലും? നിൽക്കാൻ പോലും വയ്യ, നിന്നാ പോയി വീണു പോവും. പറയൂടെ? ഞാൻ നിന്നാ പോയി. എന്നെ പിടിച്ചെടുത്താൻ വേണ്ടി അവിടുത്തെ ഏതെങ്കിലും സെക്യൂരിറ്റി ബ്രദർ പറഞ്ഞു വന്നാ പോയി. വന്ന സന്തോഷമാണോ? ചെയ്യുമോ? ആരെങ്കിലും പിടിക്കാൻ വരണം എങ്കിൽ ഞാൻ വരാം. ആരെങ്കിലും ഞാൻ വീണാ പിടിക്കാൻ വരണം എങ്കിൽ ഞാൻ വരാം. അതിപ്പോ ഇല്ലല്ലോ, ലീവല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കുന്ന കാര്യം ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ? ദ പീഡിയാട്രിക് നഴ്സിംഗിൽ നിങ്ങൾ പഠിക്കുന്ന വേറെ എന്ത് പഠിക്കുന്നു, ഫസ്റ്റ് ആണ് കാര്യം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് അറിയേണ്ടത്. ആ 2 വാക്കിന്റെയും അർത്ഥം അറിയണം. എന്താണ് ഗ്രോത്ത്? എപ്പോഴും അറിഞ്ഞിരിക്കണം. 2 വാക്കിന്റെയും അർത്ഥം ആദ്യം കേരള PC എക്സാം ചോദിക്കും. എന്താ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വാക്കിന്റെയും അർത്ഥം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്? ഗ്രോത്ത് എന്ന് പറഞ്ഞ എന്താ? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ എന്താ? സൈസ് കൂടുന്ന പറഞ്ഞ പേരെന്താ? ബോഡിയുടെ സൈസ് കൂടുന്നതിന് പറഞ്ഞ പേരെന്താ? പറഞ്ഞേ.
സൈസ് കൂടുതൽ വിളിക്കുക. ബോഡിയുടെ സൈസ് കൂടുന്ന എന്താ വിളിക്കാം? സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ കാരണം ബോഡിയുടെ സൈസ് കൂടുന്ന, സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ കാരണം ബോഡിയുടെ സൈസ് പറയുന്നത് എന്താ പറഞ്ഞേ? സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ കാരണം ബോഡിയുടെ സൈസ് കൂടുതൽ വിളിക്കാം. ഗ്രോത്ത് ആണോ? ഗ്രോത്ത് അല്ലേ? നമുക്കിതിനെ ഗ്രാമിലോ കിലോഗ്രാം പറഞ്ഞൂടെ? നമുക്കിതിനെ ഗ്രാമിലോ കിലോഗ്രാമിലോ പറഞ്ഞുകൊടുത്ത പൗണ്ടിലോ ഗ്രാമിലോ കിലോഗ്രാമിലോ പൗണ്ടിലൂടെ പറഞ്ഞുകൂടെ? ഇത് മെഷറിലൂടെ മാത്രമല്ല, ഹൈറ്റ് ആയിട്ടോ സൈസ് ആയിട്ടോ വെയിറ്റ് ആയിട്ടോ എന്താണ് കൂടുതൽ പറയുന്നത്? എന്താ? ഗ്രോത്ത് അല്ലേ? ഹൈറ്റ് ആയിട്ടോ സൈസ് ആയിട്ടോ വെയിറ്റ് ആയിട്ടോ കൂടുതൽ എന്താ? ഗ്രോത്ത് വിളിച്ചൂടെ? ഗ്രോത്ത് എന്ന് വിളിച്ചൂടെ? സൈസ് ആയിട്ടോ വെയിറ്റ് ആയിട്ടോ ഹൈറ്റ് ആയിട്ടോ കൂടി വിളിച്ചൂടെ? വിളിക്കാം. അതൊരു നിങ്ങൾ എപ്പോഴെങ്കിലും ക്വാണ്ടിറ്റി ഡേറ്റ ക്വാളിറ്റേറ്റീവ് കണ്ടുണ്ടെങ്കിലും, എവിടെയെങ്കിലും ക്വാളിറ്റേറ്റീവ് ഒന്നും ക്വാണ്ടിറ്റേറ്റീവ് കണ്ടുണ്ടെങ്കിലും, എവിടെയെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വാക്കുള്ളത്. റിസർച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വാക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ? എന്താണ് ക്വാണ്ടിറ്റേറ്റീവ്? എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയെ വിളിക്കുന്ന പേരെന്താ? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയെ വിളിക്കുന്ന പേരെന്താ? ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ? നമുക്ക് എപ്പോഴും മെഷർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയെ വിളിക്കുന്ന പേരെന്താ? എപ്പോഴും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയെ വിളിക്കുന്ന പേരെന്താ? ക്വാണ്ടിറ്റേറ്റീവ്. ഫോർ എക്സാമ്പിൾ, ഹൈറ്റ് വെയിറ്റ് ഇവയെല്ലാം മെഷർ ചെയ്യാൻ പറ്റുന്നതല്ലേ? ഹൈറ്റും വെയിറ്റും എല്ലാം മെഷർ ചെയ്യാൻ പറ്റുന്നതല്ലേ? സോ ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ? ഇനി അങ്ങോട്ട് ഒരു 2 ഡേയ്സ് ഗ്യാപ്പ് ഇട്ട് ഉച്ചക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഉച്ചക്ക് ക്ലാസ് വെച്ച് അറ്റൻഡ് ചെയ്യും. ഉച്ചക്ക് റെക്കോർഡ് കിട്ടും. റെക്കോർഡ് എല്ലാം കിട്ടും. പറ്റുമോ? ഈ നിമിഷം വരെ ഞാൻ ആലോചിക്കാത്തതും പറയാത്ത കാര്യമാണ് ഒരാടത്തും. ഈ സെക്കൻഡ് ചോദിച്ചുള്ളൂ. ഞാൻ സ്പോട്ടിൽ എല്ലാ കാര്യം പറഞ്ഞ ആളാണ്. ഈ നിമിഷം വരെ ഞാൻ ആലോചിക്കാത്തതും ചിന്തിക്കാത്തതും കാര്യമാണ്. ഇപ്പൊ പെട്ടെന്ന് തോന്നി, സൈസും പറഞ്ഞു തോന്നിയ. രാത്രി ഉണ്ട്, രാത്രി ഉണ്ട്. പക്ഷെ റെക്കോർഡ് ക്ലാസ് ആണ്. റെക്കോർഡ് മതിയോ രാവിലെ? ഇപ്പൊ ഉച്ചക്ക് റെക്കോർഡ് മതിയോ? അതോ എന്റെ പഴയ ക്ലാസ്സിന്റെ എല്ലാ റെക്കോർഡും വെച്ചിട്ട് ഒറ്റ സ്പോളിൽ വെച്ചിട്ട് രാത്രി ക്ലാസ് വെച്ചിട്ട് പഴയ ക്ലാസ്സിന്റെ എല്ലാ റെക്കോർഡും വെച്ചിട്ട് ഒറ്റ സ്പോളിൽ ഒറ്റ സ്റ്റെപ്പിൽ എല്ലാം അയച്ചിട്ടെ. പക്ഷെ പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. ഇപ്പൊ അയച്ചു തന്നാലും എല്ലാം പഠിപ്പിക്കും. അയച്ചു തന്നാലും എല്ലാം പഠിപ്പിക്കും. അതറിയാലോ എല്ലാവർക്കും. അയച്ചാലും എല്ലാം പഠിപ്പിക്കും. ഒറ്റ സ്റ്റെപ്പിൽ എല്ലാം അയച്ചിട്ടെ. ഈ പറഞ്ഞ നിങ്ങൾ ഈ ഒരു എക്സാം ഈ പറഞ്ഞ പാസ്സാവുന്നതിനേക്കാൾ എന്താണ് എനിക്കിത് കംപ്ലീറ്റ് പഠിപ്പിക്കുന്നത് ആഗ്രഹമല്ലേ? വെറുതെ അവിടെ നിന്ന് ഇവിടെ നിന്നും മാത്രം പഠിപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും ഫുൾ പഠിപ്പിക്കാൻ ആഗ്രഹമാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് വേണമെങ്കിൽ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? പീരിയഡ്നെസ് അതാണ്, ഇതാ കണ്ടീഷൻ, കുറെ കണ്ടീഷൻ പഠിച്ചുകൂടെ? കുറെ ഡിസീസ് കണ്ടുപിടിച്ചുകൂടെ? പീരിയഡ്സിനകത്ത് കുറെ ഡിസീസ് കണ്ടുപിടിച്ചുകൂടെ? തെറ്റായ കാര്യമാണ്.
പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണ്ടേ? ഞാൻ പഠിപ്പിക്കുന്നത് കൂടുതൽ പഠിക്കുക, പഠിപ്പിക്കുന്നത് അത് കൃത്യമായി തന്നെ പഠിക്കുക. സോ സൈസ് കൂടി വിളിക്കാം. സെൽ സൈസും കൂടിയത് ഗ്രോത്ത് ആണോ? ഗ്രോത്ത് ആണോ? 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 ഗ്രോത്ത് ആണോ? 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 സൈസ് ഓഫ് ദ ബോഡി കൂടിയ സൈസ് ഓഫ് ദ ബോഡി, ബോഡിയുടെ സൈസ് ഗ്രോത്ത് ആണോ? ആണല്ലേ? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നമുക്കത് സെൽസ് എല്ലാം ഗ്രോ ചെയ്തത് മെഷർ ചെയ്യാൻ പറ്റുമോ? സെൽസ് എല്ലാം ഗ്രോ ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റും. പറ്റൂല്ലേ? വെയിറ്റ് അല്ലേ? വെയിറ്റ് അല്ലേ? വെയിറ്റ് അല്ലേ? ആ സെൽസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാനുസരിച്ച് ബോഡി സൈസ് കൂടാൻ സാധിക്കും അല്ലേ? നമുക്ക് തന്നെ കിലോഗ്രാമിലോ ഗ്രാമിലോ എന്തിൽ വേണമെങ്കിലും കൂട്ടാൻ സാധിക്കും. ശരിയല്ലേ? അല്ലേ? പറ്റൂടെ? അവിടെ ചോദ്യമാണ് ദ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്താണ്, ക്വാളിറ്റേറ്റീവ് എന്താണ്? ദ ഡേറ്റ എന്ന് വച്ചാൽ ന്യൂമറിക്കൽ നമ്പേഴ്സിൽ പറഞ്ഞ എന്താ? ദ നമ്പേഴ്സിൽ പറഞ്ഞാൽ എന്ത് ഡേറ്റയാ? ദ നമ്പേഴ്സിൽ എപ്പോഴും മെഷർ ചെയ്യാൻ പറ്റുന്ന ദ ഡേറ്റയെ വിളിക്കുന്ന പേരെന്താ? ന്യൂമറിക്കൽ നമ്പേഴ്സിൽ നമുക്ക് എപ്പോഴും ദ ഡേറ്റയെ മെഷർ ചെയ്യുന്നത് വിളിക്കാം. അറിഞ്ഞേ? നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ വെയിറ്റ്, ഇതെല്ലാം മെഷർ ചെയ്യാൻ പറ്റുമോ? എത്ര വെയിറ്റ് ഉണ്ട്? എത്ര വെയിറ്റ് ഉണ്ട്? 200 എത്ര വെയിറ്റ് ഉണ്ട്? 60, 70, 80 ഉണ്ടോ? 100 ഉണ്ടോ? വെയിറ്റ് അല്ല, ഹൈറ്റ്, വെയിറ്റ് ഉണ്ടോ? നോക്കാറുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എല്ലാ ദിവസവും പോകുന്ന സമയത്ത് നോക്കാറുണ്ടോ വെയിറ്റ്? സോ ദ ഹൈറ്റും വെയിറ്റും എല്ലാം മെഷർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ അല്ലേ? ഹൈറ്റും വെയിറ്റും എല്ലാം ശബ്ദമൊന്നുമില്ല, മെഷർ ചെയ്യാൻ പറ്റുന്ന ദ ഡേറ്റ അല്ലേ? ഹൈറ്റും വെയിറ്റും എല്ലാം മെഷർ ചെയ്യാൻ പറ്റുന്ന ദ ഡേറ്റ ആണെങ്കിൽ അവ ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ? ഹൈറ്റും വെയിറ്റും എല്ലാം മെഷർ ചെയ്യാൻ പറ്റുന്ന ദ ഡേറ്റ ആണെങ്കിൽ അവ ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ? ക്വാണ്ടിറ്റേറ്റീവ് പറയാം. ക്വാണ്ടിറ്റേറ്റീവ് യെസ്. ഇനി അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റാത്ത, മെഷർ ചെയ്യാൻ പറ്റാത്ത ഡേറ്റ ആരാ? ക്വാളിറ്റേറ്റീവ് അല്ലേ? എക്സാമ്പിൾ കേരള PC എക്സാമ്പിൾ പ്രീവിയസ് ചോദ്യമാണ്. ദ ക്വാളിറ്റേറ്റീവിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം. ദ പെയിൻ, കേരള PC എക്സാമ്പിൾ പ്രീവിയസ് ചോദ്യമാണ്. ദ പെയിൻ, വേദന മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. വേദന പറ്റുമോ? പക്ഷെ പഠിക്കുമ്പോൾ പറയാറില്ലേ? പക്ഷെ പഠിക്കുമ്പോൾ ദ പെയിൻ സ്കെയിൽ പഠിക്കാറില്ലേ? പഠിക്കുമ്പോൾ നമ്മൾ ദ പെയിൻ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറയാറില്ലേ? ശരിക്കും പറ്റൂടെ? അത് അനുഭവിക്കുന്ന വ്യക്തിക്കല്ലേ അറിയാവൂ എത്ര ഉള്ളെന്ന്. അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ലേ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ പെയിൻ നമ്മൾ നമ്പറിലോട്ട് മാറ്റുമ്പോൾ പോലും, പെയിൻ സ്കെയിൽ മാറ്റുമ്പോൾ പോലും അനുഭവിക്കുന്ന, ശരിയല്ലേ? സോ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഡേറ്റയെ വെച്ചുകൊണ്ടാണോ? ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഡേറ്റയെ വെച്ചുകൊണ്ടാണോ? ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഡേറ്റയെ വെച്ചുകൊണ്ടാണോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഡേറ്റയെ വെച്ചുകൊണ്ടാണോ? കേൾക്കാമല്ലോ? സോ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ? ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ?
പീഡിയാട്രിക്സിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ? ക്വാണ്ടിറ്റീവ് അല്ലേ? ക്വാണ്ടിറ്റീവ് അല്ലേ? ക്വാണ്ടിറ്റീവ് അല്ലേ? ഉത്തരം പറഞ്ഞേ. ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ? അത് മെഷറബിൾ ആണോ? മെഷറബിൾ ആണോ? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ മെഷറബിൾ ആണോ? മെഷറബിൾ ആണോ? യെസ്. സോ അത്രയും ക്ലിയർ ആയല്ലോ. അത്രയും ക്ലിയർ ആയി. ഞാൻ ഓരോ കാര്യം ചോദിച്ചു, അത്രയും ക്ലിയർ ആയി. സോ അത്രയുമാണ് ഗ്രോത്ത് എന്ന് വെച്ചാൽ അത്രയും തന്നെയാണ്. സോ ഗ്രോത്ത് എന്ന് വെച്ചാൽ അത്രയും തന്നെയാണ്. ഇനി അറിയേണ്ട കാര്യം എന്താണ് ദ ഡെവലപ്മെന്റ് എന്താ? നെക്സ്റ്റ് കാര്യം എന്താണ് ദ ഡെവലപ്മെന്റ് എന്താ? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ എന്താ? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ എന്താ? ആർക്ക് പറയാം? ദ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ എന്താ? ആദ്യം ഇത് ഗ്രോത്ത് പറഞ്ഞു, ശരിയല്ലേ? ആദ്യം ഇത് ഗ്രോത്ത് പറഞ്ഞു, അടുത്ത ദ ഡെവലപ്മെന്റ് എന്താ? ഇനി ഒരു കാര്യം പറയാം. നിങ്ങൾ ആരെങ്കിലും 50 പേർ എന്താണ് സാർ ഞാൻ ഒരു ദിവസം 6-7 മണിക്കൂറോ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുക്കാം. 50 പേര് പറയണം. 50 പേര് പേര് തന്നാൽ മാത്രം, എനിക്ക് വാട്സപ്പിൽ 50 പേര് തന്നാൽ മാത്രം ഞാൻ ഒരു ദിവസം 6 മണിക്കൂർ പഠിപ്പിക്കാം. 6 മണിക്കൂർ ഒരു ബ്രേക്ക് ഇല്ല പഠിപ്പിക്കാം. സമയം നിങ്ങൾ ഫിക്സ് ചെയ്തോളൂ. സമയം നിങ്ങൾ ഫിക്സ് ചെയ്തോളൂ. ഞാൻ പറയില്ല 24 മണിക്കൂർ എപ്പോഴും ഞാൻ ഫ്രീ ആണ്. 24 മണിക്കൂർ എപ്പോഴും വേണേലും പഠിപ്പിക്കാം. 24 മണിക്കൂർ എപ്പോൾ വേണമെങ്കിലും പഠിപ്പിക്കാം. സമയം നിങ്ങൾ ഫിക്സ് ചെയ്തോളൂ. ഡേ ആണോ നൈറ്റ് ആണോ? 6 മണിക്കൂർ ഒരു സബ്ജക്റ്റ്. ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നുമല്ല. വേറെ ഒന്നുമല്ല. സമയം ഒരുപാടുണ്ട്, എങ്കിലും ടെൻഷൻ മാറ്റാൻ വേണ്ടിയാണ്. രാത്രിയല്ലേ? പക്ഷെ മുമ്പായിട്ട് ഞാൻ പഠിപ്പിച്ചെല്ലാം പഠിക്കുമോ? മുമ്പായിട്ട് ഞാൻ പഠിപ്പിച്ചെല്ലാം പഠിക്കും. 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 പഠിക്കണം. പഠിക്കണം. ഇനി ഈ പറഞ്ഞ സിസ്റ്റം കുറച്ചേ ഉള്ളൂ. സോ ഡെവലപ്മെന്റ് എന്താ? ഡെവലപ്മെന്റ് എന്ന് പറയാൻ എന്താ? എന്തായിരിക്കും ഡെവലപ്മെന്റ്? ഡെവലപ്മെന്റ് എന്താ? ഗ്രോത്ത് പറഞ്ഞെങ്കിൽ എന്താണ് ഡെവലപ്മെന്റ്? എന്താ? ഒരു കാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ എബിലിറ്റി പറഞ്ഞ പേരെന്താ? നിങ്ങൾക്ക് പഠിക്കാനുള്ള എബിലിറ്റി പറഞ്ഞ പേരെന്താ? ഡെവലപ്മെന്റ് ആണോ? ഞാനീ പറഞ്ഞപ്പോൾ പഠിക്കാൻ തോന്നിയെങ്കിൽ ആ കഴിവ് പറഞ്ഞ പേരെന്താ? ഡെവലപ്മെന്റ് ആണോ? ഞാനീ പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ള എബിലിറ്റി പറയുന്ന പേരെന്താ? ഡെവലപ്മെന്റ് ആണ്. ശരിയല്ലേ? ആർക്കുണ്ടോ ഡെവലപ്മെന്റ്? ആർക്കെങ്കിലും ഉണ്ടോ ഡെവലപ്മെന്റ്? അതോ ഇന്നും നാളെയും അടുത്ത വർഷവും ഇതുപോലെ പോയാൽ മതിയോ? ആർക്ക് ഡെവലപ്മെന്റ് ഉണ്ടോ? ഡെവലപ്മെന്റ് ഉണ്ടോ? കമന്റ് ഉണ്ടോ? എന്താണ് നിങ്ങളുടെ ഡെവലപ്മെന്റ്? എന്താണ് നിങ്ങളുടെ ഡെവലപ്മെന്റ്? എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ഡെവലപ്മെന്റ്? ഞാൻ പറയുമ്പോൾ കേൾക്കും, പറയുമ്പോൾ കേൾക്കുന്നു. എനിക്ക് അടുത്ത 2 മാസത്തേക്ക് നിങ്ങളുടെ സ്റ്റാറ്റസിനകത്ത്
ഒരു ബർത്ത്ഡേ ഫംഗ്ഷനും ഒരു മാരേജ് ഫംഗ്ഷനും കാണാൻ പാടില്ല. ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ മാരേജ് ശരിയല്ലേ? പറ്റുവാണെങ്കിലേ പറ്റുമോ? ഒരു കല്യാണത്തിന് പോകുന്നതായിട്ടോ ഒരു ടൂറ് പോകുന്നതായിട്ടോ ഞാൻ എൻ്റെ കണ്ണിൽ സ്റ്റാറ്റസ് കാണാൻ പാടില്ല. പക്ഷെ ഇതൊന്നും എന്റെ ആവശ്യമാണോ? ഇതെല്ലാം എന്റെ ആവശ്യമാണോ? എന്റെ ആവശ്യമാണോ? അല്ല. പക്ഷെ കാണാൻ പാടില്ല. ആർക്ക് വേണ്ടിയാ? എന്റെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ പാസ്സാവും. ഫോർ അസ്. ലൈഫിൽ തോക്കാൻ പാടില്ല. ലൈഫിൽ തോൽക്കാൻ പാടില്ല. പാസ്സായ ശേഷം പോട്ടോ. പാസ്സായ ശേഷം കയ്യിൽ ഒരുപാട് പൈസയും വെച്ചിട്ട് എവിടെയാണ് പോകും അപ്പൊ ഞാൻ കാണാം. പാസ്സായ ശേഷം കയ്യിൽ സാലറിയും വെച്ചിട്ട് എവിടെയാണ് പോകും. ഞാൻ ഇപ്പൊ കാണാറുണ്ട്. ഞാൻ ഇന്ന് എയിംസിലുള്ള ജിഗ്മാറിലുള്ള കുട്ടികളെ സ്റ്റാറ്റസ് കാണാറുണ്ട്. എപ്പോഴും ലൈക്കും ലവും കൊടുക്കാറുണ്ട്. എപ്പോഴും എന്താണ് എയിംസും ജിഗ്മാറും എല്ലാം എന്റെ DMിൽ ആൾക്കാർ കാണുമ്പോഴേ അവർ പലയിടത്ത് പോകുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ഇത് ലൈക്സ് കൊടുക്കാറുണ്ട്. ഞാൻ അധികം ലൈക്സ് കൊടുക്കാറില്ല. പക്ഷെ എങ്കിലും അവർക്കെല്ലാം കൊടുക്കാറുണ്ട്. വേണ്ടേ അതുപോലെ വേണ്ടേ? അല്ലാതെ പോകരുത് കേട്ടോ. അല്ലാതെ 2 മാസത്തേക്ക് ഒരിടത്തും പോകരുത്. പോകുമോ ആരെങ്കിലും? ഇതൊക്കെ വേറെ പറയും. വേറെ എവിടെ ഇത് പറയും? അവർ പെട്ടെന്ന് സിലബസ് പഠിപ്പിച്ചിരിക്കുന്ന നോക്കത്തില്ലേ? വേറെ എവിടെ പഠിക്കാൻ പോയാലും പെട്ടെന്ന് തന്നെ ടോപ്പിക്ക് പഠിപ്പിക്കും. വേണമെങ്കിൽ പഠിച്ചാൽ മതി. ശരിയല്ലേ? വേണമെങ്കിൽ പഠിക്കുക. പക്ഷെ ഞാൻ എന്താണ് എനിക്ക് എല്ലാവരും ഒരുപാട് ഞാൻ എല്ലാം പറയും. ലൈഫിലുള്ള എക്സ്പീരിയൻസ് വെച്ച് എല്ലാം പറയും. അടുത്ത 2 മാസത്തേക്ക് കുഞ്ഞുങ്ങളെ 2 മാസത്തേക്ക് ഒരു യാത്രയ്ക്കും ഒരു കല്യാണത്തിനും ഒരു ഫംഗ്ഷനും പോകാതെ ജോലി കഴിയുന്നു, വീട്ടിൽ വരുന്നു, പഠിക്കുന്നു. അല്ലെ? വീട്ടിൽ വരുന്നു, പഠിക്കുന്നു. ജോലി കഴിയുന്നു, വീട്ടിൽ വരുന്നു, പഠിക്കുന്നു, ഫാമിലി നോക്കുന്നു. ജോലി കഴിയുന്നു, വീട്ടിൽ വരുന്നു, ഫാമിലി നോക്കുന്നു. 2 മാസം 60 ദിവസം. കറക്റ്റ് പറഞ്ഞാൽ 55 ദിവസം. കറക്റ്റ് എക്സാക്ട് പറഞ്ഞാൽ ഞാൻ പറയുന്നു 55 ദിവസം. പറ്റുമോ? 55 ദിവസം ഇന്ന് ചേർത്ത് 55 ദിവസം ജോലി കഴിയുന്നു, പോകുന്നു, വരുന്നു. 50 ദിവസം ഞാൻ ഫുൾ ടൈം കൂടെ ഉണ്ടായിരിക്കും. 50 ദിവസം ഇനി അങ്ങോട്ട് ഉണ്ടായിരിക്കും. യെസ്. അപ്പൊ ഒരു കാര്യം ചെയ്യാനുള്ള എബിലിറ്റിയെ പറഞ്ഞ പേരെന്താ? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ള എബിലിറ്റിയെ പറഞ്ഞ പേരെന്താ? ഗ്രോത്ത് ആണോ ഡെവലപ്മെന്റ് ആണോ? നിങ്ങൾക്ക് ഈ സമയത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഈ സമയത്ത് ഒരു കാര്യം ചെയ്യാനുള്ള ഈ എബിലിറ്റി പറയുന്നത് ഡെവലപ്മെന്റ് അല്ലേ? ഉണ്ടോ? അത് ഇപ്പൊ തോന്നിയത് ഉണ്ടോ? ആരെങ്കിലും ഇപ്പോൾ എല്ലാം എക്സാമ്പിളാ. ഈ സമയത്ത് പഠിക്കാനുള്ള ഒരു കാര്യം ചെയ്യാനുള്ള എബിലിറ്റി എന്താ? ഡെവലപ്മെന്റ് ആയ ഉണ്ടോ? ഉണ്ട്. നമുക്കതിനെ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഫങ്ഷണൽ മെച്യൂറേഷൻ എന്ന് പറയും. ഇവിടെ ഒരു സമയത്തുണ്ടാകുന്ന ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഫങ്ഷണൽ മെച്യൂറേഷൻ എന്ന് പറയാം. അപ്പോൾ എന്താ മെച്യൂറേഷൻ? എന്താ? എല്ലാവരും മെച്യൂർ ആണോ? എപ്പോഴും വാക്കാണ് മെച്യൂരിറ്റി. എന്താ അർത്ഥം? എന്താ? സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണ് മെച്യൂരിറ്റി. എന്താ സ്ഥിരം? ഉണ്ടോ? മെച്യൂരിറ്റി ഉണ്ടോ? പക്വത ഉണ്ടോടെ? ഒരു കാര്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ കാര്യം ചെയ്ത് തീർക്കാനുള്ള ഒരു കാര്യം ചെയ്യാനോ ആ കാര്യം ചെയ്ത് തീർക്കാനുള്ള കോമ്പിറ്റൻസിനെ പറഞ്ഞ പേരെന്താ? മെച്യൂരിറ്റി അല്ലേ? ഒരു കാര്യം ചെയ്യാനോ ആ കാര്യം ചെയ്ത് തീർക്കാനുള്ള കോമ്പിറ്റൻസ് പറഞ്ഞ മെച്യൂരിറ്റി അല്ലേ? ശരിയല്ലേ? ഉണ്ടോ? ഈ വരുന്ന DME എക്സാമിന് പാസ്സാകാനുള്ള മെച്യൂരിറ്റിയും കോമ്പിറ്റൻസും ഉണ്ടോ?
ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം എന്താ, ലാസ്റ്റ് പറഞ്ഞ എന്താ, ഒരു യാത്രയും പോകരുത്, ഒരു മാരേജ് ഫംഗ്ഷനും പോകരുത്, ഒരു ബർത്ത്ഡേ ഫംഗ്ഷനും പറഞ്ഞപ്പോ ആ ഒരു സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണോ മെച്ചൂരിറ്റി എന്ന് പറയുന്നത്? ഞാനിപ്പോ പറഞ്ഞു ഒരു മാരേജ് ഫംഗ്ഷന് പോകരുത്, ഒരു കല്യാണത്തിന് പോകരുത്, ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകരുത്, ഒരിടത്തും പോകരുത്, യാത്രയ്ക്കും പോകരുത് എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെ പറയുന്ന പേരെന്താ? മെച്ചൂരിറ്റി അല്ലേ? മെച്ചൂരിറ്റി അല്ലേ? യെസ് ഓർ നോ? അഡാപ്റ്റ് ചെയ്ത് ചെയ്യുന്ന കഴിവ് എന്താ? മെച്ചൂരിറ്റി അല്ലേ? ശരിയല്ലേ? മെച്ചൂരിറ്റി അല്ലേ? മെച്ചൂരിറ്റി അല്ലേ? അല്ലേടെ? ഉണ്ടോ? അത് ഉണ്ടോ? പലപ്പോഴും പറയുന്ന വാക്കാണ് മെച്ചൂരിറ്റി. മെച്ചൂരിറ്റി അല്ലെ? മെച്ചൂർ ആകുക. മെച്ചൂർ ആകുക. ഒരു സിറ്റുവേഷൻ അഡാപ്റ്റ് കഴിവല്ലേ? ഒരു സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്ത കഴിവല്ലേ മെച്ചൂരിറ്റി? ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ കാര്യം ചെയ്തെടുക്കാനുള്ള കോമ്പറ്റൻസിന്റെ മെച്ചൂരിറ്റി ആണ്. ആണ്. അപ്പോൾ ഡെവലപ്മെന്റ് എന്താ? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഫങ്ഷണൽ മെച്ചുറേഷനിലെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുള്ള ഫിസിയോളജിക്കൽ ആൻഡ് ഫങ്ഷണൽ മെച്ചുറേഷൻ ആണോ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷണൽ മെച്ചുറേഷൻ ആണോ ഡെവലപ്മെന്റ്? ആണോ? യെസ് അല്ലേ? യെസ്. അതിന്റെ ഗ്രോത്ത് എന്താ? ഗ്രോത്ത് എന്താ? സെൽസ് കൂടുന്നതാണോ? സൈസ് കൂടുന്നതാണോ? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സെൽസും സൈസും കൂടുന്നതാണോ? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സെൽസും സൈസ് കൂടുന്നതും. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കും? നമ്മളിപ്പോ എന്ത് ചെയ്താലും സ്കിൽസ് വേണ്ടേ, എബിലിറ്റി വേണ്ടേ, അത് ഡെവലപ്പ് ചെയ്യണ്ടേ? അങ്ങനെയുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള എന്താണ് ഒരു കാര്യം ചെയ്തെടുക്കാനുള്ള കോമ്പിറ്റൻസിനെ പറഞ്ഞ പേരെന്താ? സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവെന്താ? ഡെവലപ്മെന്റ് ആണ്. ആർക്കെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എക്സാം വരുന്നു, 2 മാസം ഉണ്ട്, അത് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ ആർക്കെങ്കിലും? എക്സാം വരുന്നു, 2 മാസമുണ്ട്, അത് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഉണ്ട്. ആരെങ്കിലും പല രാത്രിയിൽ ഇപ്പൊ ഉറക്കം വരാറുണ്ടോ? ഉറക്കം വരാതുണ്ട് ഒരാളെങ്കിൽ, ഒറ്റ ആളെങ്കിൽ രാത്രി ഉറക്കം വരാതിരുന്ന ഒരാളെങ്കിലും ഉണ്ടോ? എക്സാം പാസ് ആകണം എന്ന് കരുതി രാത്രി ഉറക്കം വരാതെ ഒരാളുണ്ടോ? കള്ളം പറയരുത്. ഒരാൾ എക്സാം എങ്ങനെയെങ്കിലും പാസ്സാകണം എന്ന് കരുതി ഒരാളെങ്കിലും രാത്രി ഉറക്കം വരാതെ എഴുതുണ്ടോ? കള്ളം പറയരുത്. ഒരാളെങ്കിലും എനിക്ക് കിട്ടണം. ഒറ്റ ആളെങ്കിലും എനിക്ക് എക്സാം പാസ്സാവണം എന്ന് കരുതി ഒരാളെങ്കിലും രാത്രി ഉറങ്ങാൻ പറ്റാതെ, 3 മണി കഴിഞ്ഞ ശേഷം ഉറങ്ങാൻ പറ്റാതെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എക്സാം അടുത്തപ്പോ ഉണ്ടല്ലേ? ആൻസർ. ആൻസർ. ഉണ്ടോ?
ഇത് കഴിഞ്ഞാൽ ആലോചിക്കാൻ സമയം കിട്ടും. എക്സാം കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ആലോചിക്കാൻ സമയം കിട്ടില്ല. എക്സാം കഴിഞ്ഞാൽ ഇന്ന് എന്താണെന്ന് ആലോചിക്കാൻ പിന്നെ സമയം കിട്ടും. അന്ന് പഠിച്ചതെങ്കിൽ, എപ്പോഴും പറഞ്ഞത് ഞാൻ അന്ന് പഠിച്ചതെങ്കിൽ, ഞാൻ അന്ന് പഠിച്ചതെങ്കിൽ എനിക്ക് വിജയിക്കാമായിരുന്നു. ഞാൻ അന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ വിജയിക്കാമായിരുന്നു. ലാസ്റ്റ് ആഴ്ച എക്സാമിന്റെ ഒരാഴ്ച മുമ്പ് നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം ഇതാണ്. എക്സാമിന്റെ ഒരാഴ്ച മുമ്പ് ആലോചിക്കുന്ന കാര്യം പറഞ്ഞുതരാം. അടുത്ത ഒരു ശനിയാഴ്ച എക്സാം ആണെങ്കിൽ ആലോചിക്കും, ഞാൻ അന്ന് പഠിച്ചതെങ്കിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. അതിന്റെ തൊട്ട് മുൻപത്തെ രണ്ടാമത്തെ ആഴ്ച സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. എക്സാമിന്റെ ഒരാഴ്ച രണ്ടാഴ്ച ചെയ്തെന്ന് പറയുമ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. ശരിയാണോ? എക്സാമിന്റെ രണ്ടാഴ്ച തൊട്ട് മുമ്പ് സിലബസ് മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? സിലബസ് കാര്യമുണ്ടോ? സിലബസിൽ കാര്യമുണ്ടോ? ഞാനീ പഠിപ്പിച്ച സെല്ലും ഡിഷനും എപ്പത്തിലും ഒക്കെ സിലബസിനകത്ത് പേരുണ്ടോ? ഇല്ലല്ലോ. പേരില്ലല്ലോ. പേരില്ല. ഫൗണ്ടേഷൻ പേരുണ്ട്, നഴ്സിംഗ് ഫൗണ്ടേഷൻ. പേരില്ല. അപ്പൊ സിലബസും നോക്കണ്ട, ഒരാഴ്ചയും രണ്ടാഴ്ചയും നോക്കരുത്. നിങ്ങൾ ഞാൻ പഠിക്കും, പറയുമ്പോൾ പഠിക്കുമോ? ഇനി അങ്ങോട്ട് ഞാൻ എപ്പോഴും ഉണ്ടായിക്കൂടെ? അങ്ങോട്ട് ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ ഇടയ്ക്ക് ഒരു ലീവ് കൊടുക്കും, ഫുൾ ഡേ പഠിപ്പിക്കും. So the physiological and the functional maturation പറയുന്ന പേരെന്താ? ഫിസിയോളജിക്കൽ ആൻഡ് ഫങ്ഷണൽ മെച്ചുറേഷൻ പറയുന്ന പേര് ഗ്രോത്ത് ആണോ ഡെവലപ്മെന്റ് ആണോ? ഫിസിയോളജിക്കൽ ആൻഡ് ദ ഫങ്ഷണൽ ഡെവലപ്മെന്റിനെ പറയുന്ന പേരെന്താ? ഫങ്ഷണൽ മെച്ചുറേഷൻ എന്താ? ഫിസിയോളജിക്കൽ ഫങ്ഷണൽ മെച്ചുറേഷൻ എന്താ? ഡെവലപ്മെന്റ് അല്ലേ? ഡെവലപ്മെന്റ് എന്ന് വിളിക്കാതെ വിളിച്ചൂടെ? ഈ പറഞ്ഞ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഈ പറഞ്ഞ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഇന്ന് പഠിപ്പിച്ചിരുന്ന രണ്ട് ചോദിക്കും, ശബ്ദമെല്ലാം പൂരിക്കുകയാണ്. രണ്ട് ചോദ്യം ചോദിക്കും. ഡെവലപ്മെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണോ? ആണ്. ഒരു കാര്യം ചെയ്യാനുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷണൽ പ്രോസസ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് അല്ലേ? അപ്പൊ സെല്ലിന്റെ സൈസ് എന്താ? സെല്ല് സൈസ് കൂടുന്ന എന്താ? സെല്ലിന്റെ സൈസ് കൂടുന്ന പ്രോസസ് എന്താ? ഗ്രോത്ത് അല്ലേ? സെല്ലിന്റെ സൈസ് കൂടുന്ന പ്രോസസ് എന്താ? ഗ്രോത്ത് വിളിക്കാം. പക്ഷെ ഇത് ഡെവലപ്മെന്റ് ആണ്. എന്തായിരിക്കും? പറഞ്ഞേ. എന്താ ഡെവലപ്മെന്റ്? എന്താ? മെച്ചുറേഷൻ അല്ലേ? ഫിസിയോളജിക്കൽ ആൻഡ് ഫങ്ഷണൽ എബിലിറ്റി അല്ലേ? ശരിയല്ലേ? അറിയേണ്ട കാര്യം എന്താ? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റേറ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് ആണ്. നമുക്കിത് മെഷർ ചെയ്യാൻ പറ്റും. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റേറ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാളിറ്റേറ്റീവ് എക്സാമിന്, എല്ലാ എക്സാമിനും സ്ഥിരം ചോദ്യമാണ്. ഡെവലപ്മെന്റ് ഇസ് എ ക്വാളിറ്റേറ്റീവ് അല്ലേ? എല്ലാ എക്സാമിനും ഈ ഒരു ചോദ്യം എല്ലാ എക്സാമിനും സ്ഥിരം ചോദിക്കുന്നതാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് അല്ലേ? ക്വാളിറ്റേറ്റീവ് അല്ലേ? ഇത് കഴിഞ്ഞ എക്സാമിന് ചോദ്യമാണ്. ഡെവലപ്മെന്റ് എന്താ? ക്വാളിറ്റേറ്റീവ് പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് എപ്പോഴും ക്വാളിറ്റേറ്റീവ് പ്രോസസ് ആണ്. അടുത്തരുന്ന കാര്യം, ഈ ഡെവലപ്മെന്റ് എത്ര സ്റ്റേജ് ഉണ്ട്, എത്ര സ്റ്റെപ്സ് ഉണ്ട്? ഒരാളുടെ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എത്ര സ്റ്റേജ് ഉണ്ട്, എത്ര സ്റ്റെപ്സ് ഉണ്ട്? ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിൽ പഠിക്കും. പക്ഷെ ഞാൻ ഈ പഠിപ്പിക്കുന്നത് പോലെ തന്നെ പഠിക്കുമല്ലോ? എക്സാമിന് പഠിക്കുന്ന രീതിയിൽ
അവിടെ ചോദിക്കുന്ന രീതിയിൽ ഞാൻ പഠിക്കുമല്ലോ. ദ ഡെവലപ്മെന്റ് സ്റ്റേജ് ഞാൻ പീരീഡ്സ് കൃത്യമായി തന്നെ പഠിപ്പിക്കും. അതുപോലെ പഠിക്കുക. ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കരുത്, റാങ്ക് ഫെയിൽസ് നോക്കരുത്. ദ ഡെവലപ്മെന്റ് പീരീഡ്സ് എന്തായിരിക്കും? ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഓൾഡ് ഏജ് ആകുന്നവരെയുള്ളിലെ ദ ഡെവലപ്മെന്റൽ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഓൾഡ് ഏജ് ആകുന്നവരുടെ പേരല്ലേ ഡെവലപ്മെന്റൽ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ? ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഓൾഡ് ഏജ് ആകുന്നവരുള്ള പീരീഡ്സ് അല്ലേ? നിങ്ങൾ ജനിച്ചു വയസ്സായോടെ ഏതൊക്കെ ആയോ വയസ്സായോ? എത്ര വയസ്സായി? വയസ്സായോടെ എല്ലാവർക്കും? 28, 30 വയസ്സായ, 31, 33, 35, 36, 33 എല്ലാം 30 കഴിഞ്ഞല്ലേ? 34, 30 വയസ്സ്, 30 കഴിഞ്ഞ വയസ്സായി. 38, 30 താഴെ 30 താഴെ 30 ആരുണ്ടോ? ഇത് മറ്റേ ഇന്ന് മാരേജ് നോക്കാറില്ലേ? അതുപോലെ കേട്ടോ. ആരെങ്കിലും ഉണ്ടോ 30 താഴെ? ആരെങ്കിലും ഉണ്ടോ? കണക്കെടുക്കേട്ടോ. 30 താഴെ ആരെങ്കിലും ഉണ്ടോ? ആരാ കണക്ക് നോക്കേട്ടോ. മാരേജിന് വേണ്ടി കണക്കെടുക്കരുത്. 30 താഴെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒരാളെയും ഉണ്ടോ? സോ വയസ്സായി എക്സാമിന് പാസ്സാവണം. അവസാന ചാൻസ് ഇതൊക്കെ കിട്ടണം. ഇത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ ജോലി തേടി കുറെ റെസ്യൂംസ് ഫോട്ടോസ് എടുത്ത് വീണ്ടും എല്ലായിടത്തും കൊടുത്ത് വീണ്ടും ഇന്റർവ്യൂവിന് പോയി അവിടെയും തോറ്റ് തിരിച്ചു വന്ന് വീണ്ടും ഇന്റർവ്യൂവിന് പോയി വീണ്ടും പോയി വന്ന അനുഭവം ഒരു വർഷം കുറെ ഇന്റർവ്യൂവിന് പോയി തിരിച്ചു വന്ന അനുഭവം കുറെ ഫോട്ടോസ് എടുത്ത് എല്ലായിടത്തും കൊടുത്ത് അവർ വിളിക്കാതെയും തിരിച്ചു വന്ന അനുഭവം റെക്കമെൻഡേഷൻ കിട്ടും. പക്ഷെ അതില്ലാത്ത അറിവുണ്ടോ? അതില്ലാതെ ആരെങ്കിലും അറിവുണ്ടോ? അറിയില്ല. ഒരു റെക്കമെൻഡേഷൻ ഇല്ലാതെ ഉണ്ടോ? എസ്ഒ ഉണ്ടറിയുണ്ടോ? പലയിടത്തും ഒരുപാട് ബയോഡേറ്റ കൊടുത്ത് ജോലി കിട്ടാതെ അറിയുണ്ടോ? പലയിടത്ത് ഒരു അവസാന ഡിപ്രഷൻ. അതിന് ശരി സത്യമല്ല. ഞാൻ കള്ളം പറയാറില്ല. ഒരുപാടത്ത് കയറണമെന്ന് രാവിലെ ഇറങ്ങി വീട്ടിൽ നിന്ന്. രാവിലെ എന്താണ് 10 മണിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങും. എല്ലായിടത്തും കൊടുക്കും. എല്ലാ ഇന്റർവ്യൂ പോവും. കിട്ടില്ല. ഒന്ന് പറഞ്ഞാൽ അനുഭവമുണ്ടോ? രാവിലെ 10 മണിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങും. പോയി കോപ്പി എടുക്കും, ഫോട്ടോസ് എടുക്കും, സർട്ടിഫിക്കറ്റ്സ് ഫോട്ടോ എടുത്ത് വയ്ക്കും, കൊണ്ടുപോകും. ഒരു 11 മണി കൊടുക്കും. ഉച്ചയാകുമ്പോൾ റിജക്ട് ചെയ്യും. വീണ്ടും വീട്ടിൽ വരും. വീണ്ടും അടുക്കള സ്വർഗം ആയി മാറും. അവിടെ പറ്റാത്ത അടുക്കളയിലിട്ട് മാറ്റും. ശരിയല്ലേ? സിറിഞ്ചും എല്ലാം പിടിക്കേണ്ട കയ്യിൽ വീണ്ടും പാത്രങ്ങളായി മാറിയല്ലേ? ആ സിറിഞ്ചും ബാക്കി എല്ലാം പിടിക്കേണ്ട നീരിലും എല്ലാം എടുക്കേണ്ട കയ്യിൽ വീണ്ടും പാത്രങ്ങളായി മാറോ? ഇനി മാറോ? ലൈവ് ഫ്ലൂവിന് പകരം ആ ചായയും തേയിലയും മാറോ? IV ഫ്ലൂവിന് പകരം ചായയും തേയിലയും മാറോ? IV ഫ്ലൂവിന് പകരം ചായയും തേയിലയും മാറോ? മാറാൻ പാടില്ല. മാറോടെ. IV ഫ്ലൂവിന് പകരം ഞാനൊന്നും ആരും പറഞ്ഞിട്ട് ഇതൊന്നും ഞാൻ ആരും പറഞ്ഞില്ല. IV ഫ്ലൂവിന് പകരം ചായയും തേയിലയും ഞാനൊന്നും ആരും പറഞ്ഞിട്ടില്ല. എല്ലാം ഇപ്പൊ പറഞ്ഞു കേട്ടോ. ഒക്കെ അറിയാം. ആരും പറയാറ്. സോ
അടുത്ത വരുന്ന കാര്യമാണ് ദ ഡെവലപ്മെന്റ് പീരീഡ്സ്. എക്സാമിന് ചോദ്യം, എല്ലാ എക്സാമിനും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യമാണ് ദ ഡെവലപ്മെന്റ് പീരീഡ്സ് അല്ലെങ്കിൽ ദ ഡെവലപ്മെന്റ് സ്റ്റേജസ്. ചോദിക്കും ദ ഡെവലപ്മെന്റ് പീരീഡ്സ് ഏതൊക്കെയുണ്ട്? സ്റ്റേജസ് അല്ലെങ്കിൽ പീരീഡ്സ്. നമ്മൾ ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പഠിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പഠിക്കുന്നത്. നമ്മുടെ എക്സാമിന് സ്റ്റേജസ് അല്ലെങ്കിൽ ദ പീരീഡ്സ് പഠിക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഓൾഡ് ഏജ് വരെയല്ലേ? നമുക്കിവിടെ പീഡിയാട്രിക്സിനകത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്ന മുതൽ ഓൾഡ് ഏജ് ആകും വരെയുള്ള സ്റ്റേജിൽ പഠിക്കേണ്ടത്. പല സ്ഥലങ്ങളിലും പല രീതിയിൽ പഠിക്കുമെങ്കിലും പീഡിയാട്രിക്സ് എത്തുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഓൾഡ് ഏജ് ആകുന്നവരെ സ്റ്റേജ് പഠിക്കേണ്ടത്. ശരിയല്ലേ? ആണോ? ഇപ്പോൾ ആലോചിക്കണം, ചായക്ക് പകരം അരി ഫ്ലോർ. രാവിലെ വീട്ടിലെല്ലാവരും ചായ കൊടുക്കും, അതേസമയം ഹോസ്പിറ്റൽ പോയാൽ അരി ഫ്ലൂ കൊടുക്കും, ഇഞ്ചക്ഷൻ കൊടുക്കും. ആലോചിക്കാൻ പലരും ഒരു നിമിഷം ആലോചിച്ചെങ്കിലും, ഒരു നിമിഷം ആലോചിച്ചോ, ഇങ്ങനെ മതിയോ? ഇങ്ങനെ മതിയോ? ഇങ്ങനെ പോയാൽ മതിയോ? ഇങ്ങനെ പോയാൽ മതിയോ? ദ ഫ്രീഡം ഓഫ് ലൈഫ് വേണ്ടേ? ജോലി ചെയ്യാനുള്ള ഫ്രീഡം വേണ്ടേ? ജോലി ചെയ്യാനുള്ള സിറ്റുവേഷൻ വേണ്ടേ? ജോലി ചെയ്യാൻ കഴിവുണ്ട് നഷ്ടപ്പെടുത്തരുത്. ഈ ഒരു സിറ്റുവേഷനിൽ നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തോ? ഇല്ല. സോ ദ ഡെവലപ്മെന്റ് പീരീഡ്സ് എപ്പോഴും ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഓൾഡ് ഏജ് ആണ്. ജനിക്കുന്ന മുതലാണ്, മരിക്കുന്നവരെ അല്ല കേട്ടോ, അത് മറക്കരുത്. ജനിക്കുന്നത് മുതൽ എന്താണ് ഓൾഡ് ഏജ് ആട്ടോ, മരിക്കുന്നവരെ അല്ല. ജനിക്കുന്നത് മുതൽ ഓൾഡ് ഏജ് ആകുന്ന വരെയാണ്, മരിക്കുന്നവരെ അല്ല. ഓൾഡ് ഏജ് ആകുന്ന വരെയാണ്, എപ്പോഴും മറക്കരുത്. സോ അതിനകത്ത് കുറെ ഡിവിഷൻസ് ഉണ്ട്. ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന എന്തായിരിക്കും? പ്രീനൽ പീരീഡ്. ഇതായിരിക്കും കൺസെപ്ഷൻ മുതൽ ദ ബർത്ത് വരെയുള്ള ദ പീരീഡ്. പറയുന്നത് എന്താ? കൺസെപ്ഷൻ മുതൽ ദ ബർത്ത് വരെയുള്ള ദ ടൈം പീരീഡ് പറയുന്നത് എന്താ? പ്രീനല്ലേ? പ്രീനേറ്റല്ലേ? ആണോ? കൺസെപ്ഷൻ മുതൽ ദ ബർത്ത് വരെയുള്ള ടൈം പീരീഡ് പറയുന്നത് എന്താ? പ്രീനല്ലേ? അല്ലേ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ എക്സാം ചോദ്യം ചോദിക്കുന്നതാണ്. എപ്പോൾ തൊട്ട് എപ്പോൾ വരെ എപ്പോഴും ചോദിക്കുന്നതാണ്. കൺസെപ്ഷൻ മുതൽ ബർത്ത് വരെയുള്ള ടൈം. എല്ലാ എക്സാം മിക്കവാറും എല്ലാ ചോദ്യം പേപ്പറിനകത്ത് പോയി ചോദിക്കാറുണ്ട്. കൺസെപ്ഷൻ മുതൽ ബർത്ത് വരെയുള്ള ടൈം പിന്നെ പറഞ്ഞ പേരെന്താ? ദ പ്രീ നേറ്റൽ പീരീഡ് എന്ന് വിളിക്കും. ശരിയല്ലേ? ശരിയല്ലേ? ഇത് കൺസീവ് ചെയ്യുന്നോട്ട് അത് എന്നാണോ ആ കുട്ടി ജനിക്കുന്നത് വരെയുള്ള പീരീഡ് എന്താ? കൺസെപ്ഷൻ തൊട്ട് കുട്ടി എന്നാണോ ജനിക്കുന്നത് എന്ന് പറയുന്ന പീരീഡ് എന്താ? കൺസീവ് ചെയ്യുന്നോട്ട് എന്നാണോ ജനിക്കുന്നത് എന്ന് പറയുന്നത് എന്താ? അല്ലേ? അല്ലേ? ആ, ഇത് വേറെ ഡിവിഷൻസ് ഉണ്ടോ? ദ പ്രീ നേറ്റൽ പീരീഡിന് വേറെ ഡിവിഷൻസ് ഉണ്ടോ? രണ്ട് കാര്യം കൂടി അറിഞ്ഞിരിക്കണം. രണ്ട് കാര്യങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കുന്നത്. എത്ര ഡിവൈഡ് ചെയ്യാൻ പറ്റും? ദ പ്രീ നേറ്റൽ പീരീഡ് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പഠിക്കാത്ത കാര്യമാണ്. ദ പ്രീ നേറ്റൽ പീരീഡിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ? സൈഗോട്ട് ഓർ ഫെർട്ടിലൈസ്ഡ് ഓർ. ഫസ്റ്റ് വരുന്ന ഡിവിഷൻ ഏതാ? ഫസ്റ്റ് വരുന്ന കാര്യമാണ് സൈഗോട്ട് ഓർ ഫെർട്ടിലൈസ്ഡ് ഓർ. ഫസ്റ്റ് വരുന്ന കാര്യം, ഫസ്റ്റ് ദ പ്രീനൽ പീരീഡിനകത്ത് ഫസ്റ്റ് വരുന്ന കാര്യമാണ് സൈഗോട്ട് ഓർ ഫെർട്ടിലൈസ്ഡ് ഓർ. ഏത് തൊട്ട് ഏത് വരെ? അതാ ചോദ്യം. സൈഗോട്ട് ഓർ ഫെർട്ടിലൈസ്ഡ് ഓർ എന്ന് പറയുമ്പോൾ ഏത് തൊട്ട് ഏത് വരെയാ? ഒറ്റ ഉത്തരം പറയാം. ഫസ്റ്റ് 2 വീക്കാണോ? ഒറ്റ ഉത്തരം പറയാം. കാണാതെ പഠിച്ച ആൾക്കാരും കണ്ടു പഠിച്ച ആൾക്കാരും കേട്ട് പഠിച്ച ആൾക്കാർക്കും ഒറ്റ ഉത്തരം പറയാം. ഫസ്റ്റ്
2 weeks അല്ലേ? ഫസ്റ്റ് 2 weeks അല്ലേ സൈഗോട്ട് ഓർ ഫെർട്ടിലൈസ്ഡ് ഓവർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2 weeks അല്ലേ? 2 weeks എന്ന് പറയുമ്പോൾ എത്ര ഡേയ്സാ? 14 days അല്ലേ? 0 to 14 days അല്ലേ? 0 to 14 days ഏത് വിടാ? 0 to 14 days എന്ന് പറയുമ്പോൾ സൈഗോട്ട് അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ഓവർ എന്ന് വിളിച്ചൂടെ? 0 to 14 days ആണെങ്കിൽ സൈഗോട്ട് ഫെർട്ടിലൈസ്ഡ് ഓവർ വിളിക്കാം. ആദ്യത്തെ 2 ആഴ്ചയോടെ ആദ്യത്തെ 2 ആഴ്ചയുള്ള പീരീഡിനെ പറയുന്ന പേരെന്താ? സൈഗോട്ടോ ഫെർട്ടിലൈസ്ഡ് ഓവർ അല്ലേ? അവിടെ കുഞ്ഞ് എന്തെങ്കിലും ഒരു പ്രോസസ്സിലോട്ട് എത്തിയിട്ടുണ്ടോ? ആ കുഞ്ഞ് എന്തെങ്കിലും ഒരു പ്രോസസ് എത്തിയിട്ടുണ്ടോ? ഇല്ല, ഇല്ലല്ലോ. സൈഗോട്ട് ഫെർട്ടിലൈസ്ഡ് ഓവർ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രസിലോട്ടും എത്തിയിട്ടില്ലല്ലോ. കൊണ്ടോടെ 0 to 14 days 2 weeks ഇല്ല 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 ഇല്ല. പിന്നെ എപ്പോ എത്തും? എംബ്രിയോണിക് പീരീഡ് എപ്പോ എത്തും? സെക്കൻഡ് സ്റ്റേജ് ആയ പ്രീനേറ്റലിന്റെ സെക്കൻഡ് സ്റ്റേജ് ആയ എംബ്രിയോണിക് പീരീഡ് ആകുമ്പോൾ എന്ത് ചെയ്യും? എത്ര സമയം എത്രയാ? 14 days to 8 weeks. 14 days to 8 8 ആഴ്ചയില്ലേ? 8 ആഴ്ചയിൽ 8 ആഴ്ച പറഞ്ഞ പേരെന്താ? എംബ്രിയോണിക് പീരീഡ് അല്ലേ? 8 ആഴ്ച പറഞ്ഞ പേരെന്താ? എംബ്രിയോണിക് പീരീഡ്. അപ്പൊ ഫസ്റ്റ് 14 days എന്താ? ഫസ്റ്റ് 14 days ആണെങ്കിൽ സൈഗോട്ട് അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ഓവർ. 8 ആഴ്ചയാണെങ്കിൽ എംബ്രിയോണിക് പീരീഡ്. ഈ രണ്ടും പറഞ്ഞത് അത് ഏതിന്റെ അണ്ടറില്ല? ഏത് പീരീഡിന്റെ അണ്ടറില പറഞ്ഞത്? പ്രീ നേറ്റൽ പീരീഡിന്റെ അണ്ടറിൽ, കൺസെപ്ഷൻ ടു ദ ബർത്തിന്റെ അണ്ടറിൽ പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? സൈഗോട്ട് അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ഓവർ പറഞ്ഞു, എംബ്രിയോണിക് പീരീഡ് പറഞ്ഞു. 8 ആഴ്ച കഴിഞ്ഞാൽ വേറെ ഉണ്ടോ? 8 ആഴ്ച കഴിഞ്ഞ് അത് 9ാമത്തെ ആഴ്ച തൊട്ട് എന്താ ബർത്ത് വരെ പറഞ്ഞ പേരെന്താ? 8 ആഴ്ച കഴിഞ്ഞ് 9ാമത്തെ ആഴ്ച തൊട്ട് ബർത്ത് വരെ എന്താ? ഫീറ്റൽ പീരീഡ് അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് സൈഗോട്ടിക് പീരീഡ് ചോദിക്കും, ഏതാണ് എംബ്രിയോണിക് പീരീഡ് ചോദിക്കും, ഏതാണ് ഫീറ്റൽ പീരീഡ് ചോദിക്കും. 9ാമത്തെ വീക്ക് തൊട്ട് ബർത്ത് വരെ പറഞ്ഞ പേരെന്താ? 9ാമത്തെ വീക്ക് തൊട്ട് ഈ പറഞ്ഞ ബർത്ത് പറഞ്ഞ എന്താ? ഫീറ്റൽ പീരീഡ് അല്ലേ? ഫീറ്റൽ അല്ലേ? സോ ദ ഫീറ്റൽ എന്ന് പറഞ്ഞെങ്കിൽ എത്ര വീക്ക് വേണം? ഫീറ്റൽ എന്ന് പറഞ്ഞെങ്കിൽ എത്ര വീക്ക് വേണം? 9 വീക്ക് തൊട്ട് വേണ്ടേ? സ്റ്റാർട്ടിങ് 9 വീക്ക് തൊട്ട് വേണ്ടേ? 9 അല്ലേ? വേണം. വീണ്ടും ചോദിക്കുന്നു, ദ പെരി നേറ്റൽ പീരീഡ് എന്ന് പറയുമ്പോൾ കൺസെപ്ഷൻ ടു ദ ബർത്ത് വരെയല്ലേ? തെറ്റിക്കരുത്. കൺസെപ്ഷൻ തൊട്ട് ദ ബർത്ത് വരെയുള്ള ദ ടൈം പീരീഡ് പറഞ്ഞ പേരെന്താ? പെരിനേറ്റൽ. അതിനകത്ത് തന്നെ 3 ഡിവിഷൻസ് ഉണ്ട്. അതിനകത്ത് തന്നെ 3 ഡിവിഷൻസ് ഏതൊക്കെയാ? സൈഗോട്ട് അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ഓവർ, എംബ്രിയോണിക് പീരീഡ്, ഫീറ്റൽ പീരീഡ്. 0 to 14 days ആണെങ്കിൽ 2 ആഴ്ചയാണെങ്കിൽ സൈഗോട്ട് വിളിക്കാം അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ഓവർ വിളിക്കാം. 14 days തൊട്ട് 8 week വരെയാണെങ്കിൽ എംബ്രിയോണിക് പീരീഡ് വിളിക്കാം. 9 weeks തൊട്ട് ബർത്ത് വരെയാണെങ്കിൽ ഫീറ്റൽ പീരീഡ് വിളിക്കാം. എക്സാം ചോദിച്ചറിയാമോ? കേരള PSC എക്സാമിന്റെ എന്താ പ്രീവിയസ് ചോദ്യം എന്നറിയാമോ? എംബ്രിയോണിക് പീരീഡ്. ഇവിടെ നിന്നും കേരള PSC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ് എംബ്രിയോണിക് പീരീഡ്. എത്രയാ? ഇവിടെ നിന്നും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എംബ്രിയോണിക് പീരീഡ് കേരള PSC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. എത്രയാണ് എംബ്രിയോണിക് പീരീഡ്? എത്രയാ? കേരള PSC എക്സാമിൽ ഇവിടെ ചോദിച്ച ചോദ്യം എംബ്രിയോണിക് പീരീഡ് ആണ്. 14 days തൊട്ട് 8 weeks അല്ലേ? ഇനി ഫീറ്റസ് എത്രയാ? ഫീറ്റസ് ആണെങ്കിൽ 9 weeks തൊട്ട് ബർത്ത് വരെ. സോ എല്ലാവർക്കും പെരി നേറ്റൽ കിട്ടിയോടെ? ഇതിലെപ്പോ പഠിക്കുമ്പോഴേ പീഡിയാട്രിക്കും കമ്മ്യൂണിറ്റിയുമായിട്ടും ഇത് മിക്സ് ചെയ്യരുത്. പറയാനുള്ള കാര്യം, പീഡിയാട്രിക്സും കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരിക്കലും മിക്സ് ചെയ്യരുത് കേട്ടോ. കേൾക്കുന്നുണ്ടോ? പീഡിയാട്രിക്സും കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരിക്കലും മിക്സ് ചെയ്യരുത് കേട്ടോ, മറക്കരുത്. ഫെർട്ടിലൈസ്ഡ് ഓവർ എത്ര വീടാ? ഫെർട്ടിലൈസ്ഡ് ഓവർ എത്ര? 0 to 14 ഇല്ലേ? 0 to 14 days 2 weeks.
14 to 8 weeks എന്താ embryonic period. And 9 weeks to birth എന്താ fetal period. കിട്ടിയോ? ക്ലിയർ കിട്ടുന്നില്ലേ? ആർക്കെങ്കിലും 5 ബ്രേക്ക് വേണം, 5 മിനിറ്റ് ബ്രേക്ക് വേണം. ചെറിയ ബ്രേക്ക് നന്നായിരിക്കും. ചെറിയ ബ്രേക്ക് ഇനിയും കൂടെ പഠിക്കുന്നതായിരിക്കും. സ്മോൾ ബ്രേക്ക് നന്നായിരിക്കും. എക്സാം പാസ്സായിട്ടെ, എക്സാം പാസ്സായ ശേഷം ഒരു ബോക്സ് ചോക്ലേറ്റ് കാണുമല്ലോ. കാണോ? അത് അയക്കാൻ നിൽക്കുന്നുണ്ട്. അയക്കോ? എനിക്ക് ആരും അയക്കണ്ട. കുറെ അയച്ചു തന്നു. അയക്കണ്ട ആര് വന്ന് കാണണം കേട്ടോ. വന്ന് ഫാമിലിയുമായിട്ട്, കുട്ടികളും ഇപ്പൊ ഹസ്ബൻഡുമായിട്ട്, കുട്ടികളും ഹസ്ബൻഡുമാരല്ല ഹസ്ബൻഡുമായിട്ട് തെറ്റിപ്പോയി കേട്ടോ. കുട്ടികളും ഹസ്ബൻഡുമായിട്ട്, ഹസ്ബൻഡുമാരല്ല, കുട്ടികൾ ഹസ്ബൻഡുമായിട്ട് കേട്ടോ. ആരെങ്കിലും കുട്ടികളും ഹസ്ബൻഡ് മാത്രം നമ്മൾ കാണുമായിരിക്കും. ഒരു ബോക്സ്. സ്ഥലം നെയ്യാറ്റിൻകര, ട്രിവാൻഡ്രം. അഡ്രസ് ഒന്നും ഇറങ്ങി, അഡ്രസ് ഒന്നുമില്ല. അഡ്രസ് ഒന്ന് അയച്ചത് അറിയില്ല. അഡ്രസ് പറഞ്ഞിരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര, നെയ്യാറ്റിൻകര ഗ്രാമോത്സവം. അഡ്രസ് അയച്ചു കേട്ടോ. ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അയച്ചു 5 രൂപയ്ക്ക് 9:34, 9:40 രൂപ കേട്ടോ. 40 രൂപ, 40. ഓക്കെ. ഓടിപ്പോയി വെള്ളം കുടിച്ച് കേട്ടോ. ഓടിപ്പോയി വെള്ളം കുടിച്ച്. ആ പെൻ മറക്കരുത്, സ്വീറ്റ്സ് പെന്ന് മറക്കരുത്. പേന ഫേവററ്റ്. പേന പലതരം പെൻസ് മറക്കരുത്. സോ 5 രൂപ ഓടിക്കോട്ടെ. ബൈ.
സ്റ്റഡിയം 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 സ്റ്റഡിയമോ ഇതിലാരൊക്കെ പണ്ട് എഡ്യൂക്കേഷൻ പഠിച്ചവരുണ്ട്, പണ്ട് എഡ്യൂക്കേഷൻ ലോ എടുത്ത് പഠിച്ചവരുണ്ട്, പണ്ട് എഡ്യൂക്കേഷൻ ലോ എടുത്ത് കോളേജിൽ പഠിച്ചവരുണ്ടോ? പണ്ട് എഡ്യൂക്കേഷൻ ലോ എടുത്ത് കോളേജിൽ പഠിച്ചവരുണ്ടോ? ലോൺ കോളേജിൽ പഠിക്കാൻ വേണ്ടി ഉണ്ട്. ആ കോളേജിൽ പഠിക്കുമ്പോൾ ആ ഒരു ലോണെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? കോളേജിൽ പഠിക്കുമ്പോൾ ആ ലോണിനെ കുറിച്ച് ആരും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. കോളേജ് പഠിക്കുമ്പോ ആരും ആലോചിച്ചിട്ടില്ല. പക്ഷെ പഠിച്ചു കഴിഞ്ഞ ശേഷം ലാസ്റ്റ് അടവടയ്ക്കാൻ വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ? വീട്ടുകാർ ബുദ്ധിമുട്ടത് കണ്ടിട്ടുണ്ടോ? ലാസ്റ്റ് സമയമായപ്പോൾ അത് അടച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വീട്ടുകാർ ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു രാത്രി, ആ രാത്രി ഓർമ്മയുണ്ടോ? ഉണ്ടോ ഇറങ്ങിയത്? നാളെ അടയ്ക്കും, പലിശ അടയ്ക്കും. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? എസ് ഓർ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇല്ല. എല്ലാവരും പൈസ നോക്കാനാണോ? ഇത് പൈസ കൊടുക്കാനും ഉണ്ട്. അതടയ്ക്കാൻ വേണ്ടി എക്സാം പാസ് ശേഷം ഇത് അബ്രോഡ് പറയുന്നുണ്ടോ? അടയ്ക്കാൻ വേണ്ടി എക്സാം പാസ് ശേഷം ഇത് അബ്രോഡ് പറയുന്നുണ്ടോ? പുറത്തോട്ട് പറയുന്നുണ്ടോ? ഉണ്ട്. ഇനി കല്യാണ ശേഷം ഹസ്ബൻഡ് കംപ്ലീറ്റ് ആയിരിക്കും. കല്യാണം കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് ബാക്കി അടച്ചു പറയുന്നുണ്ടോ? ഉണ്ട്. പല ആൾക്കാരുണ്ട് കല്യാണ ശേഷം ഹസ്ബൻഡ് അത് എന്നും പറഞ്ഞ് അടച്ചറിയുണ്ടോ? അനുഭവം ഉണ്ടോ? ഉണ്ട്. ഞാൻ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരാളാണ്. എനിക്കിത് പറയേണ്ട ആവശ്യമില്ല. നാളെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് നിങ്ങൾക്ക് വന്നെങ്കിൽ നാളെ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥ വരാൻ പാടുണ്ടോ? നാളെ നിങ്ങളുടെ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു അവസ്ഥ വരാൻ പാടുണ്ടോ? ഇന്ന് സംഭവിച്ചു, നാളെ ഫ്യൂച്ചറിൽ, ഞാൻ എപ്പോഴും ഫ്യൂച്ചറിൽ പറഞ്ഞ ആളാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥ, അമ്മയ്ക്ക് ജോലിയില്ല, അമ്മ നേഴ്സായിട്ട് അമ്മയ്ക്ക് സർക്കാർ ജോലി കിട്ടിയില്ല, അമ്മ കഷ്ടപ്പെട്ടെങ്കിലും കിട്ടിയില്ല. അനുഭവിക്കണോ ആ ഒരു പീരീഡ്? അപ്പോഴാകുമ്പോ ഇരട്ടിയാവും പൈസ, എഡ്യൂക്കേഷനൊക്കെ ഇരട്ടിയാവും. അനുഭവിക്കണോ? വേണോ? പക്ഷെ അമ്മയ്ക്ക് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ലോൺ ആരും തരും അല്ലേ? അമ്മയ്ക്ക് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ വീടും വേണ്ട, വസ്തുവും വേണ്ട, ലോണ് ആരും തരും. സ്റ്റേറ്റ് ബാങ്കിൽ എടുത്തു കഴിഞ്ഞാൽ 100 സാധാരണ എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്കിലേക്ക് നോർമൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നൂലാമാലയാണ്. പക്ഷെ സർക്കാർ ജോലികൾ എടുത്തു കഴിഞ്ഞാൽ മാഡം സാർ ലോൺ എന്നാ തരും, പുറം തരും. അത് വേണം. ഏത് വാലിച്ചോക്കടെ? ഏത് വേണം? ഇൻഡിപെൻഡൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ശരിയല്ലേ? സ്വന്തമായിട്ട് ജോലി എപ്പോഴും വേണ്ടേ? ഇൻഡിപെൻഡൻസ്, പാർവതി പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സ്വന്തം ജോലി എപ്പോഴും വേണ്ടേ? സ്വന്തമായ പൈസ ഉണ്ടാക്കി സ്വന്തമായുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതാണെങ്കിൽ അത് വേണ്ടേ? സ്വന്തമായി ആഗ്രഹിക്കാമെങ്കിൽ, സ്വന്തമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് നേടുന്ന കഴിവ് വേണ്ടേ? ഒരു കാര്യം സ്വന്തമായി ആഗ്രഹിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് സ്വപ്നം കാണാൻ കഴിവുണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നത് സ്വന്തമായിരിക്കണ്ടേ? മറ്റുള്ളവരെ പൈസയിൽ ഞാൻ മതിയോ? ഹസ്ബൻഡിന്റെ പൈസ, ഇത് സ്പീക്കർ ഓണാണെങ്കിൽ ഓഫ് കേട്ടോ, ഹെഡ്സെറ്റ് കേട്ടോ. അച്ഛൻ്റെയോ അമ്മയുടെയോ ഹസ്ബൻഡിന്റെ പൈസ മതിയോ? അത് തന്റെ ആഗ്രഹങ്ങൾ നേടിക്കൊള്ളുന്നത് തന്റെ അച്ഛന്റെയോ ഹസ്ബൻഡിന്റെ പൈസ മതിയോ? എന്റെ ചോദ്യം അതാണ്. തന്റെ ആഗ്രഹം, ഈ ഗ്രൂപ്പിനകത്ത് ഇപ്പോഴുള്ള ആൾക്കാരുടെ സ്വപ്നങ്ങളും സ്വാതന്ത്ര്യവും
നേടിയെടുക്കാനുള്ളത് സ്വന്തം പൈസയിൽ വേണോ അതോ അച്ഛന്റെയോ ഹസ്ബൻഡിന്റെ പൈസ മതിയോ? ഏത് വേണം? എല്ലാവരും വേണം. 47 വേണം. പറയാം. എന്റെ ക്ലാസ്സും ഈ പറഞ്ഞ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ വ്യത്യസ്തമാക്കുന്ന കാര്യമാണ്. എന്റെ ക്ലാസ്സും ബാക്കിയുള്ള ക്ലാസ്സും വ്യത്യസ്തമാക്കുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളെ ജീവിതം കൂടെ പഠിപ്പിക്കും. ശരിയല്ലേ? ഞാൻ നമ്മുടെ ജീവിതം കൂടെ പഠിപ്പിക്കില്ലേ? നിങ്ങൾ എങ്ങനെയെങ്കിലും പാസ്സാക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞ് ജീവിതം കൂടെ പഠിപ്പിക്കും. അതായത് വെറുതെ ക്ലാസ് എടുക്കുന്ന കാര്യം മാത്രമേ എന്റെ ജോലിയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും പാസ്സാക്കാൻ, ശരിയല്ലേ? എങ്ങനെയെങ്കിലും പാസ്സാക്കണമെങ്കിൽ നിങ്ങൾ ജീവിതം പഠിക്കണം. ഇപ്പോൾ ഇങ്ങനെ പോയാൽ പോരാ, ശരിയല്ലേ? ഇപ്പോൾ ഇങ്ങനെ പോയാൽ പോരാ, ശരിയല്ലേ? പോയാൽ പോരാ, മതിയാവില്ല. സത്യം മതിയാവില്ല. നിങ്ങൾ പാസ്സാകണം. പാസ്സായാൽ മാത്രമേ സ്വപ്നങ്ങൾ പലതും നേടിക്കൊണ്ട് ഈ ലോകം കാണാൻ ഇനിയുണ്ട്. ലോകം കാണാൻ ഇനിയുണ്ട്. വെറുതെ ഫോണിനകത്ത് കുത്തിയിരുന്ന് ഈ പറഞ്ഞ വാട്സ്ആപ്പ് സ്റ്റാറ്റസും യൂട്യൂബ് വീഡിയോസും കണ്ടാൽ മതിയോ? വെറുതെ യൂട്യൂബ് വീഡിയോസും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് കണ്ടിരുന്നാൽ മതിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇല്ലേ? വെറുതെ കുത്തിയിരുന്ന് എന്നും വാട്സ്ആപ്പ് സ്റ്റാറ്റസും യൂട്യൂബ് വീഡിയോസും സ്റ്റാറ്റസ് കണ്ടിരുന്നാൽ മതിയോ? ഷോർട്സ് കണ്ടാൽ മതിയോ? മതിയാവില്ല. നിങ്ങൾ വരണം, മുന്നോട്ട് വരണം, പാസ്സാകണം, വിജയിക്കണം. വിജയിക്കാൻ നിങ്ങൾ സ്വപ്നങ്ങൾ നിങ്ങൾ നേടിയെടുക്കണം. അത് എന്റെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ നേടിയെടുക്കണം വേണ്ടേ? സ്വപ്നങ്ങൾ നേടിയെടുക്കണം. ആഗ്രഹിച്ച് എന്തും നേടിയെടുക്കണം. ഇവരെ സ്മാർട്ട് ഫുഡ് പോലും, ഒരു നേരത്തെ ആഹാരം പോലും, ഇഷ്ടപ്പെട്ട ആഹാരം വാങ്ങിച്ച് കഴിക്കണ്ടേ? ഒരു നേരത്തെ ഇഷ്ടപ്പെട്ട ആഹാരം പോലും വാങ്ങിച്ച് കഴിക്കുന്ന സ്വാതന്ത്ര്യം വേണ്ടേ? വേണ്ടേ? ഒരു നേരത്തെ ഇഷ്ടപ്പെട്ട ഫുഡ് പോലും വാങ്ങിച്ച് കഴിക്കണം എന്ന ആഗ്രഹം നേടി എടുക്കണ്ടേ? വാങ്ങിച്ച് കൊടുക്കണം. അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കൊടുക്കണം എന്ന ആഗ്രഹം നേടണ്ടേ? ഒരു ഓണമോ ഒരു ക്രിസ്മസോ ഒരു ഫെസ്റ്റിവലോ റംസാനോ ഈസ്റ്ററോ എന്ത് വന്നാലും അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്ന ആഗ്രഹം ഫ്യൂച്ചറിൽ സാധിക്കണ്ടേ? ഞാൻ പറയും പോലെ പഠിക്കണേ. എപ്പോഴും പറയുകയാണ്. 2 മാസം കൊണ്ട് ഞാൻ പറയും പോലെ പഠിച്ചതെല്ലാം നേടുമല്ലോ. ഇത് പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഇത് പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഇല്ല, ശരിയല്ലേ? ഇതെല്ലാം പറയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ ഞാൻ പറയും. അതാണ് നിങ്ങൾ വന്ന സമയത്ത്, ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട്. ചോദിക്കാറുണ്ട്. എത്ര വർഷം ഗ്യാപ്പുണ്ട്? ജോലിക്ക് പോകുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? സോ ഫീറ്റസ് എന്ന് പറയുമ്പോൾ എത്രയാ? ഫീറ്റസ് എന്ന് പറയുന്നെങ്കിൽ എത്ര പീഡാ? 9 വീക്ക് തൊട്ട് ബർത്ത് വരെയല്ലേ? ഫീറ്റസ് എന്ന് പറയുമ്പോൾ 9 വീക്ക് തൊട്ട് ബർത്ത് വരെയാണോ ഫീറ്റസ്? ആണോ ഫീറ്റസ്? ബർത്ത് കൺസെപ്ഷൻ തൊട്ട് ബർത്ത് വരെ പറഞ്ഞ പേരെന്താ? കൺസെപ്ഷൻ തൊട്ട് ബർത്ത് വരെ പറഞ്ഞ പേരെന്താ? പ്രീ നേറ്റൽ അല്ലേ? അതേ പ്രീ നേറ്റലിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? അതേ പ്രീ നേറ്റൽസിലെ എത്ര ഡിവിഷൻ? 3. ഏതൊക്കെയാ? സൈഗോട്ട് അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ഓവർ. 0 to 14 ഡേയ്സ് എന്താ? 2 വീക്കായ 0 to 14 ഡേയ്സ് എന്താ? 2 വീക്കായ 0 to 14 ഡേയ്സ് സൈഗോട്ട്. ഇനി 14 days to 8 weeks എന്താ? 14 ദിവസം തൊട്ട് 8 weeks എന്താ? എംബ്രിയോ അല്ലേ? എംബ്രിയോ. ഈ 9 വീക്ക് തൊട്ട് ബർത്ത് എന്ന് വിളിക്കാം. 9 വീക്ക് തൊട്ട് ബർത്ത് എന്ന് വിളിക്കാം. ഫീറ്റൽ പീരീഡ് എന്ന് വിളിക്കാം. സോ ഈ 3 ടൈം പീരീഡും എല്ലാവർക്കും മനസ്സിലായല്ലോ. 3 ടൈം പീരീഡും എല്ലാവർക്കും ചോദ്യം വരും. എപ്പോഴും ചോദ്യം വരും. കിട്ടിയല്ലോ? അത് കഴിഞ്ഞു. Now, second one is the neonatal. The pre-natal കഴിഞ്ഞാൽ അടുത്ത വരുന്ന പീരീഡ് ആണ് the neonatal period. The pre-natal കഴിഞ്ഞാൽ അടുത്ത് വരുന്ന the time period ആണ് the neonatal period. എന്തായിരിക്കും? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് the birth തൊട്ട് 28 ദിവസം വരെ പറയുന്ന പേരെന്താ? കുട്ടി ജനിച്ചു കഴിഞ്ഞ് the birth തൊട്ട് 28 ദിവസം വരെ 4 ആഴ്ച. ബർത്ത് തൊട്ട് 28 ഡേയ്സ് പറയുമ്പോൾ 4 ആഴ്ച വരെ പറയുന്നത് എന്താ? നിയോനാറ്റലി.
നിയോനെറ്റ് അല്ലേ? അല്ലേ? ബർത്ത് തൊട്ട് 28 ഡേയ്സ്, 4 ആഴ്ച നിയോനെറ്റ്. ആണോ? ആണോ? ആ, ഇതിന് നമ്മൾ വേറെ പറയാറുണ്ടോ? നമ്മൾ വേറെ എന്തെങ്കിലും പേര് പറയാറുണ്ടോ? വേറെ എന്തെങ്കിലും പേര് പറയാറുണ്ടോ? വേറെ എന്തെങ്കിലും പേര് പറയാറുണ്ടോ? ഒരു 38ഓ ഒരു 36ഓ ഒരു വീക്കിന് മുമ്പേ ജനിച്ചെന്ന് പറയും. 38ഓ 36ഓ വീക്സിന് മുമ്പേ ജനിച്ചെന്ന് പറയും. ഫ്രീ ടൈം ആണ്. ഫ്രീ ടൈം ആണോ? അപ്പൊ ആരെയാ ഇൻ ദ പെരി എന്ന് പറഞ്ഞാലേ? ഇത് പ്രീനല്ല, ദ പെരി നേറ്റൽ എന്ന് പറഞ്ഞാലേ? ആരെയാണ് ദ പെരി നേറ്റൽ എന്ന് പറഞ്ഞാലേ? ആരായിരിക്കും? ആരെയാണ് പെരി നേറ്റൽ? ഇത് പ്രിയല്ല, 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 പെരി നേറ്റൽ എന്ന് പറഞ്ഞാലേ? ചോദ്യം വരും. ആരായിരിക്കും? 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 എന്താണ് ദ പെരി നേറ്റൽ പീരീഡ്? 22 വീക്കോ ജസ്റ്റേഷൻ എടുത്തിട്ട് 22 വീക്കോ ജസ്റ്റേഷൻ എടുത്തിട്ട് 22 വീക്കോ ജസ്റ്റേഷൻ എടുത്തിട്ട് 7 ഡേയ്സ് ഓഫ് ബർത്ത് ആണോ? ആണോ? 22 വീക്ക് തൊട്ട് 7 ഡേയ്സ് ഓഫ് ബർത്ത് പറഞ്ഞ എന്താ? 22 വീക്കോ ജസ്റ്റേഷൻ തൊട്ട് 7 ഡേയ്സ് ആഫ്റ്റർ ബർത്ത് പറഞ്ഞ എന്താ? 22 വീക്ക് തൊട്ട് 7 ഡേയ്സ് ആഫ്റ്റർ ബർത്ത്ഡേ പറഞ്ഞ പേരെന്താ? 22 വീക്ക് തൊട്ട് 7 ഡേയ്സ് ആഫ്റ്റർ ബർത്ത്ഡേ പറഞ്ഞ പേരെന്താ? പെരി നേറ്റൽ പേരല്ലേ? ശരിയല്ലേ? 22 വീക്ക് ഓഫ് ജസ്റ്റേഷൻ തൊട്ട് 7 ഡേയ്സ് ഓഫ് ബർത്ത്ഡേ പറഞ്ഞ പേരെന്താ? പെരി നേറ്റൽ പേരല്ലേ? ശരിയല്ലേ? 22 വീക്ക് കഴിഞ്ഞാൽ സ്റ്റേജ് ഓഫ് വയബിലിറ്റി ആണോ? 22 വീക്ക് കഴിഞ്ഞാൽ സ്റ്റേജ് ഓഫ് വയബിലിറ്റി അല്ലേ? 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 22 വീക്ക് കഴിഞ്ഞ് പറഞ്ഞ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കില്ലേ? ശരിയല്ലേ? 22 വീക്ക് കഴിഞ്ഞ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കില്ലേ? സാധിക്കൂ? സാധിക്കും, സാധിക്കും. അപ്പൊ 22 ഇത് നോർമൽ അല്ല. നോർമൽ അല്ലാതെ 22 വീക്ക് കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങൾ ജനിച്ചാൽ എന്ത് പേടാ? നോർമൽ അല്ലാതെ കുഞ്ഞുങ്ങൾ 22 വീക്ക് കഴിഞ്ഞാൽ ജനിച്ചാൽ എന്ത് പേടാ? നോർമൽ അല്ലാതെ കുഞ്ഞുങ്ങൾ 22 വീക്ക് കഴിഞ്ഞ് ജനിച്ചെന്ന് വിളിക്കാം എന്താ? പെരി നേറ്റൽ പീഡാണോ? ആണോ? 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 ആണ്. എക്സാം ചോദിക്കുന്നതാണ് ഈ പറഞ്ഞ പെരി നേരിൽ എല്ലായ്പ്പോഴും എക്സാം ചോദിക്കുന്ന മറക്കരുത്. 22 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനിച്ചല്ലേ? 22 വീക്ക് കഴിഞ്ഞ് ജനിക്കുന്നതും അല്ലെങ്കിൽ ഒരു 7 ദിവസം മുന്നിൽ വിളിക്കാം പെരി നേറ്റലാണ്. കിട്ടിയോ? 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 ഫസ്റ്റ് 2 കിട്ടിയോ? 2 3 കിട്ടിയോ? കിട്ടിയോടെ? കിട്ടി. സെക്കൻഡിനകത്ത് എന്താ പെരി കഴിഞ്ഞാൽ ഒന്നുണ്ട്. എന്താ? ഏർലി നിയോ നേറ്റൽ പീഡ്. എന്താ ഏർലി? ഏർലി എന്താ? ഏർലി നിയോ നേറ്റൽ പീഡ് എന്താ? എന്തായിരിക്കും? ആർക്ക് പറയും? ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫ് ആണോ? ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫ് ആണോ? ഏർലി നിയോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വീക്ക് ലൈഫ് ആണോ? ഏർലി നിയോ നേറ്റൽ പീഡ് ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫ് ആണോ? അതായത് ആദ്യത്തെ 7 ഡേയ്സ് ആണോടെ? ആദ്യത്തെ 7 ദിവസത്തെ പറയുമ്പോൾ എന്താ? ആദ്യത്തെ 7
ദിവസത്തെ പ്രതിഫലത്തെ എന്താ? ഏർലി ന്യൂനല്ലേ അല്ലേ? ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫാണ്. ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫ് പ്രതിഫലം എന്താ? ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫിന് പ്രതിഫലം എന്താ? ഏർലി നിയോ നെൽപ്പിടലി. ആദ്യത്തെ 7 ദിവസത്തെ പ്രതിഫലം എന്താ? ഏർലി നിയോ. ഇനി എന്താ ലേറ്റ്? എന്താ ലേ നിയോ? എന്താ ലേ നിയോ നേറ്റൽ എന്താ? ഫസ്റ്റ് 7 ദിവസമാണെങ്കിൽ ഏളി. ഫസ്റ്റ് 7 ദിവസമാണെങ്കിൽ ഏളി. 7 ദിവസം കഴിഞ്ഞാൽ 7 to 20 ഡേയ്സ് വിളിക്കാം. 7 to 28 ഡേയ്സ് വരെ വന്നത് വിളിക്കാം ലേ നിയോ അല്ലേ അല്ലേ? 7 to 28 ഡേയ്സ് ആണെങ്കിൽ ഇത് വിളിക്കാം ലേ നിയോ നേറ്റ് എന്ന് വിളിക്കാം. ശരിയല്ലേ? 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 പറയില്ല, പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അല്ലേ? ഒരു ചോദ്യം. ആന്റി നേറ്റൽ എന്ന് പറഞ്ഞാൽ അമ്മയെ കുറിച്ചാണോ കുഞ്ഞിനെ കുറിച്ചാണോ? ഒരു ചോദ്യം. ആന്റി നേറ്റൽ എന്ന് പറഞ്ഞാൽ അമ്മയെ കുറിച്ചാണോ കുഞ്ഞിനെ കുറിച്ചാണോ? മാത്രം. ആൻഡ് പെരി നേറ്റൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞാണോ അമ്മയാണോ? ചൈൽഡ്. ചൈൽഡ് അല്ലേ? കുഞ്ഞല്ലേ? അത്ര വ്യത്യസ്തം. ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താ? ഏർലി നിയോ നേറ്റൽ. ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫ് എന്താ? ഏർലി നിയോ നേറ്റൽ ലൈഫ്. 7 days to 28 എന്താ? 7 to 28 എന്താ? 7 to 28 എന്താ? ലേറ്റ് നിയോ നേറ്റൽ അല്ലേ? ഇനി 22 weeks തൊട്ട് 7 days ആഫ്റ്റർ ബർത്ത് വിളിക്കാം. 22 week of gestation തൊട്ട് 7 days ആഫ്റ്റർ എന്ന് വിളിക്കാം. 22 weeks of the gestation തൊട്ട് 7 days ആഫ്റ്റർ ബർത്ത് വിളിക്കാം പെരി നേറ്റൽ. കേട്ടുന്നുണ്ടോ? കേട്ടുന്നുണ്ടല്ലേ? ഇത് ഇത്ര ക്ലിയർ അല്ലോ? ഇത്രയും ദാറ്റ് ടൈം കിട്ടിയോ? പീരിയഡ്സ് ആണ് ഇവിടെ. എന്താണ് പീരിയഡ്നെസ് പറഞ്ഞില്ലല്ലോ. വാട്ട് ഈസ് പീരിയഡ് പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. ഇതാ പറയുന്നത്. പഠിക്കുക. അടുത്തത് ഇൻഫാൻസി. എന്താ ഇൻഫാൻസി എന്ന് പറയാൻ? എന്താ ഇൻഫാൻസി? അടുത്തത് ഇൻഫാൻസി എന്ന് പറയാൻ എന്താ? ഇൻഫാൻസി ആൻസർ പറയുക. ഇൻഫാൻസി ക്വസ്റ്റ്യൻ ചോദിക്കും. ഫസ്റ്റ് 1 year of ലൈഫ് ശരിയാവും. ഫസ്റ്റ് 1 year of ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിയാവും. ഫസ്റ്റ് 1 year of ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ ഇല്ലയോ? ഇല്ല. ഫസ്റ്റ് 1 year of ലൈഫ് എന്ന് ശരിയാവോടെ? ഫസ്റ്റ് 1 year of ലൈഫ് എന്ന് പറഞ്ഞ ശരിയാവില്ല. പക്ഷെ എന്ത് പറയണം? എക്സാം ചോദിക്കും. 28 ദിവസം മുതൽ 1 year എന്താ ചോദിക്കും. 28 ദിവസം മുതൽ 1 year എന്ന് വിളിക്കാം. മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് 28 ദിവസം മുതൽ 1 year ആണെന്ന് വിളിക്കാം ഇൻഫാൻസി. 28 ദിവസം. ഫസ്റ്റ് 1 year ലൈഫിൽ 28 ദിവസം മുതൽ 1 year ആണെങ്കിൽ ഇൻഫാൻസി എന്ന് വിളിക്കും. പക്ഷെ എന്ത് ടോളർ എത്ര വരെയാണ്? 1 മുതൽ 3. എന്താ 1 മുതൽ 3 വരെ ആണെങ്കിൽ ടോളർ അല്ലേ? 1 മുതൽ 3 വയസ്സാണ് ടോളർ അല്ലേ? അപ്പൊ ഇൻഫാൻസി എത്രയാ? ഇൻഫാൻസി ആണെങ്കിൽ ഫസ്റ്റ് 28 ദിവസം മുതൽ 1 year. 28 ദിവസം മുതൽ 1 year അല്ലേ? ടോളറാണെങ്കിൽ 1 year തൊട്ട് 3 വയസ്സല്ലേ? 1 മുതൽ 3. ആർക്കുണ്ടോ? ആർക്കെങ്കിലും ഫസ്റ്റ് 1 മുതൽ 3 വയസ്സ് ഉണ്ടോ? ആർക്കുണ്ടോട്ടെ? ഉണ്ടോ? എല്ലാം കൊണ്ടോടെ. അത് കാര്യമല്ലേ?
ആരുണ്ടോ? എല്ലാവരും കൊണ്ടുപോകണേ. എല്ലാവരും കഴിഞ്ഞ ആൾക്കാരല്ലേ. കഴിയാത്തറിയുണ്ടോ? കഴിയാത്തറിയുണ്ടോ? ആരുമില്ലേ? ആരുമില്ലേ? സോ ഫസ്റ്റ് 1 മുതൽ 3 വയസ്സ് വേണമെങ്കിൽ ഇത് വിളിക്കാം. ഫസ്റ്റ് 1 മുതൽ 3 വയസ്സ് വേണമെങ്കിൽ ഇത് വിളിക്കാം ടോഡ്ലർ. ടോഡർ അല്ലേ? ടോഡ്ലർ. അതേ 3 മുതൽ 6 വയസ്സാണെങ്കിലോ 3 മുതൽ 6 വയസ്സ് വിളിക്കാം പ്രീ സ്കൂളർ. 3 മുതൽ 6 വയസ്സ് വിളിക്കാം പ്രീ സ്കൂൾ. വിളിക്കാതെ പ്രീ സ്കൂളർ. ഇതേ പ്രീ സ്കൂളറിനെ വേറൊരു പേരുണ്ട്. നമ്മൾ ഇപ്പൊ കമ്മ്യൂണിറ്റി പഠിക്കുമ്പോഴും പീഡിയാട്രിക്സ് പഠിക്കുമ്പോഴും പ്രീ സ്കൂളറിനെ വേറെ ഒരു പേര് പറയാറുണ്ട്. എന്താ? ഏർലി ചൈൽഡ്ഹുഡ്. ഏർലി ചൈൽഡ്ഹുഡ്. പ്രീ സ്കൂളറിനെ കമ്മ്യൂണിറ്റി പഠിക്കുമ്പോഴും പീഡിയാട്രിക്സ് പഠിക്കുമ്പോഴും ഒരു പേര് പറയാറുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ 3 മുതൽ 6 വയസ്സ് വരെയാണ്. 3 മുതൽ 6 വയസ്സ് വരെ എന്താണ് ഏർലി ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ പ്രീ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ആണെങ്കിൽ 1 മുതൽ 3 വയസ്സ് വരെയാണ്. ഇൻഫാൻസി ആണെങ്കിൽ 28 ദിവസം മുതൽ 1 ഇയർ വരെ അല്ലേ? ശരിയല്ലേ? 1 ഇയർ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ഇത് പ്രായം ആരെങ്കിലും ഉണ്ടോ? പ്രായം പ്രീ സ്കൂൾ കഴിഞ്ഞാൽ സ്കൂൾ ഏജ് അല്ലേ? സ്കൂൾ എത്ര? സ്കൂൾ ആരുണ്ടോ? സ്കൂൾ ഏജ് അല്ലെങ്കിൽ ദ മിഡിൽ ചൈൽഡ്ഹുഡ് ഉണ്ടോ? ഉണ്ടോ? എപ്പോഴത്? എപ്പോഴാ? 6 മുതൽ 12 വയസ്സ് വരെ. 6 മുതൽ 12 വയസ്സ് ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഏറ്റവും അവസാനം ഇത് പ്ലസ് ടു ചോദിക്കണോ? എല്ലാം ചോദിച്ച് അവസാനം 10ാം ക്ലാസ്സും പ്ലസ് ടു ചോദിക്കണോ? വേണോ? വേണ്ടല്ലോ. എല്ലാം ചോദിച്ച് അവസാനം 10ാം ക്ലാസ്സും പ്ലസ് ടു ചോദിക്കണം. ഉണ്ടോ? ആരെങ്കിലും? ഇല്ലല്ലോ. എല്ലാം ചോദിച്ച് അവസാനം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പ്ലസ് ടു ഉള്ള ആരെങ്കിലും ഉണ്ടോ? അവസ്ഥ അങ്ങനെ ഇപ്പൊ അല്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കുട്ടികളുണ്ടോ? പ്ലസ് ടു ആരെങ്കിലും? എന്ത് ലൈഫല്ലേ? ഉണ്ടായിക്കൊണ്ടോ? അതുകൊണ്ടോ? പറയുന്നുണ്ട്, പറയല്ലേ. സ്കൂൾ ഏജ് എന്ന് പറയുന്നത് സ്കൂൾ ഏജ് എന്ന് പറയുമ്പോൾ ഇത് പ്രായം എന്താ? സ്കൂൾ ഏജ് എന്ന് പറയുമ്പോൾ പ്രായം എത്രയാ? 6 മുതൽ 12 വയസ്സ് വരെ. സ്കൂൾ ഏജ് അല്ലെങ്കിൽ ദ മിഡിൽ ചൈൽഡ് എന്ന് പറയുമ്പോൾ, സ്കൂൾ ഏജ് അല്ലെങ്കിൽ മിഡിൽ ചൈൽഡ് എന്ന് പറയുമ്പോൾ 6 മുതൽ 12 വയസ്സ് വരെ. 6 മുതൽ 12 വയസ്സ് പറയുമ്പോഴേ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആണ്. കേരള PSC എക്സാമിന് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സെപ്പറേറ്റ് വയസ്സാണ്. ബോയ്സ് ആണെങ്കിൽ 6 മുതൽ 10 വയസ്സ് വരെ. ബോയ്സ് വരെ 6 മുതൽ 10 വയസ്സ് വരെ. പെൺകുട്ടികളാണെങ്കിൽ 6 മുതൽ 12 വയസ്സ് വരെ. കാരണം എന്താ? ചോദിക്കും, അറിഞ്ഞിരിക്കണം. റീസൺ 6 മുതൽ 10 വരെയാണ് ബോയ്സ്, 6 12 വയസ്സിലാണ് ഗേൾസ്. കാരണം എന്താ? അവരുടെ ഡെവലപ്മെന്റ് ഭാഗമല്ലേ? ശരിയല്ലേ? കോമൺ ആയിട്ട് അവരുടെ ഡെവലപ്മെന്റ് ഭാഗമല്ലേ? അല്ലേ? പെൺകുട്ടികളാണെങ്കിൽ അവർ കുറച്ച് സ്കൂളുണ്ടോ? കുറച്ച് സ്കൂളില്ലേ? അല്ലേ? ചോദിക്കും, അറിഞ്ഞിരിക്കണം. 6 മുതൽ 12 ആണെങ്കിൽ ഗേൾസ്, 6 10 ആണെങ്കിൽ ബോയ്സ്, 12 ആണെങ്കിൽ. കാരണം എന്താ? അവരുടെ ഡെവലപ്മെന്റ് ഭാഗമായിട്ട് ഇപ്പൊ സ്കൂളിൽ ഈ പറഞ്ഞ 6 12 പറയാൻ കാരണം അടുത്ത കാര്യം സ്കൂൾ ഏജ് പറഞ്ഞു. ഇനി ആരുണ്ട്? സ്കൂൾ കഴിഞ്ഞാലുണ്ട്. അഡോളസൻസ് ഉണ്ടോ? അഡോളസൻസ് ഉണ്ടോ? അഡോളസൻസ് അത് ഏതുമില്ല. 12 വരെ പറഞ്ഞു. 13 മുതൽ 18 വരെ അല്ലേ? 13 മുതൽ 18 വരെ ആരാ? 13 മുതൽ 18 വരെ അഡോളസൻസ് അല്ലേ? 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 പക്ഷെ ഇത്രയും വർഷം പഠിച്ചു നിന്നും ഞാൻ ഇതിനെ വീണ്ടും ഡിവിഷൻ മാറ്റും. ഈ പറഞ്ഞ അഡോളസൻസിനെ ഈ പറഞ്ഞ അഡോളസൻസിനെ ഞാൻ വീണ്ടും
ഡിവിഷൻ സ്റ്റാൻഡ് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അഡ്രസ് നമുക്ക് എത്ര ഡിവൈഡ് ചെയ്യാം? ഫസ്റ്റ് വൺ ഈസ് the pubescent ഡിവൈഡ് ചെയ്യും. the pubescent അല്ലെങ്കിൽ the late childhood. the pubescent അല്ലെങ്കിൽ the late childhood ഡിവൈഡ് ചെയ്യും. എത്ര? ഇതൊരു പഠിക്കാത്ത കാര്യമാണ്, പഠിക്കുക. ചോദ്യഫലം the pubescent അല്ലെങ്കിൽ the late childhood 13 വരെ 13 മുതൽ 14 ദിവസം വിളിക്കാം. the pubescent വിളിക്കും. കാരണം എന്താ? ആൺകുട്ടികൾ പെൺകുട്ടി ഒരുപോലെയാണോ? ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒരുപോലെയാണോ? the pre-pubescent അല്ല. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സ് എത്രയാ? ബോയ്സ് എത്രയാ? ഒരു 12 തൊട്ട് 14, 12 തൊട്ട് 14. പക്ഷെ ഇന്ന് ഗേൾസ് ആണെങ്കിൽ 10 തൊട്ട് 11 അല്ലേ? 10 തൊട്ട് 11 അല്ലേ? ഗേൾസ് ആണെങ്കിൽ 10 തൊട്ട് 11 അല്ലേ? ഗേൾസിന് എപ്പോഴും നമ്മുടെ കൾച്ചർ അനുസരിച്ച്, നമ്മുടെ സമൂഹം അനുസരിച്ച്, നമ്മുടെ കൾച്ചർ മെച്യൂരിറ്റി അനുസരിച്ച് എപ്പോഴും ശരിയല്ലേ? ശരിയാണോ? 10 തൊട്ട് 11 ആണോ? 10 തൊട്ട് 11 ആണോ? നമ്മുടെ കൾച്ചർ അനുസരിച്ച്, നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ സിറ്റുവേഷനും അനുസരിച്ചല്ലേ? ഓർമ്മിക്കാനുള്ള കാര്യം, ഏറ്റവും ജനറൽ കാര്യം, 12 to 14 ആർക്കാ? 12 തൊട്ട് 14 ബോയ്സിനല്ലേ? മറക്കരുത്. the pubescent എന്ന് പറയുമ്പോൾ 13 തൊട്ട് 14 കാര്യം മറക്കരുത്. the late childhood എന്ന് പറയാം. ആ കാര്യം പഠിക്കുക, ചോദിക്കും. അഡ്രസ്സിന് വേറെയുണ്ടോ? അഡ്രസ്സിന് പീരീഡ് വേറെയുണ്ടോ? ഫസ്റ്റ് പറഞ്ഞു, the pubescent പറഞ്ഞു. അഡ്രസ്സിന്റെ വേറെ ഉണ്ടോ? വേറെ ഏതെങ്കിലും ഉണ്ടോ? the pre കഴിഞ്ഞാൽ കൊണ്ട് the post ഉണ്ടോ? the pre കഴിഞ്ഞാൽ അഡ്രസ്സൻസ് the post ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോടെ? So the pubescent എന്താ? സെക്കൻഡ് വരുന്ന കാര്യമാണ്. the pre കഴിഞ്ഞാൽ അടുത്ത പോലെ കരുതാ the pubescent age ആണ്. the pre കഴിഞ്ഞാൽ അടുത്ത വരുന്ന കരുതാ the pubescent age ആണ്. 14 മുതൽ 16 വയസ്സ് വരെയല്ലേ? 14 മുതൽ 16 വയസ്സല്ലേ? അറിയാമോ? ഇല്ല, അറിയില്ല. അത് ബോയ്സിനാണെങ്കിൽ 14 മുതൽ 16 കേട്ടോ. ഗേൾസ് ആണെങ്കിൽ 12 തൊട്ട് 14 വരെ. ഗേൾസിന് എപ്പോഴും ഗേൾസ് എപ്പോഴും കുറവാണ്. ബോയ്സ് ആണെങ്കിൽ 14 തൊട്ട് 16 വരെയും, ഗേൾസ് ആണെങ്കിൽ 14 തൊട്ട് 14 വരെ ഉള്ളു കേട്ടോ. ഇനി the post pubescent എന്താ? the post pubescent എന്ന് പറയുന്നത് പോസ്റ്റ് എത്ര പ്രായം ചോദിക്കും. the post pubescent എത്രയായിരിക്കും? നിങ്ങളുടെ പ്രായം ഒരു 20 വയസ്സ് അറിയാമോ? പ്രായം 20 വയസ്സായ സമയം അറിയാമോ? അറിയില്ല. പ്രായം 20 വയസ്സായ സമയം സാർ പറയല്ലേ സാർ? അത് മാത്രം പറയല്ലേ. 20 വയസ്സ് ഓർമ്മിക്കാൻ മറക്ക സമയം ആണോ? അറിയാമെങ്കിലും പ്രായം 20 വയസ്സായ സമയം ഓർമ്മയുണ്ടോ? പ്രായം 20 വയസ്സായ ഓർമ്മയുണ്ടോ? പ്രായം 20 വയസ്സായ സമയം ഓർമ്മയുണ്ടോ? സാർ അത് മാത്രം പറയരുത്. ഉണ്ടോ? ഇറങ്ങിയത് ഒരു 16 മുതൽ 20 വയസ്സ് വിളിക്കാം. 16 മുതൽ 20 വയസ്സ് വിളിക്കാം. പോസ്റ്റ് pubescent ആണ്. 16 മുതൽ 20 വരെ ആണെങ്കിൽ പോസ്റ്റ് pubescent വിളിക്കാം. അത് ബോയ്സിലാണെങ്കിലാണ് 16 മുതൽ 20. ഗേൾസ് ആണെങ്കിൽ 14 to 18 ഇയേഴ്സ് ആണ്. ഗേൾസ് ആണെങ്കിൽ 14 to 18 ഇയേഴ്സ് വരെ ഇത് വിളിക്കാം. പോസ്റ്റ് pubescent എന്ന് വിളിക്കാം. അപ്പോൾ ഇത്രയും കണ്ടെന്താ ഇത് ഡെവലപ്മെന്റ് അല്ലേ? ഇത്രയും സമയം കണ്ട കാര്യം എന്ത് ഡെവലപ്മെന്റ് അല്ലേ? അല്ലേ?
സോ ദ കൺസെപ്ഷൻ തൊട്ട് ദ ബർത്ത് വരെ പറഞ്ഞത് എന്താ? കൺസെപ്ഷൻ മുതൽ ദ ബർത്ത് വരെ വിളിക്കുന്ന പേരെന്താ? എത്ര പേര്? എത്ര? ആ കാലാവധി പറയുക. കാലാവധി പറയുക. കൺസെപ്ഷൻ തൊട്ട് ബർത്ത് വരെ എത്ര കാലാവധി? ആർക്ക് പറയാം? നോക്കട്ടെ, ആർക്ക് പറയാം? കൺസെപ്ഷൻ തൊട്ട് ബർത്ത് വിളിക്കാം. ഉണ്ട് അല്ലേ? 0 to 14 days വിളിക്കാം. 0 to 14 days വിളിക്കാം. ആലോചിച്ച് പറയുക. 0 to say God. 14 to the 8 week വിളിക്കാം. 14 to 8 week വിളിക്കാം. embryon. And the 22 തൊട്ട് സ്റ്റേജ് ഓഫ് വയബിൾ വിളിക്കാം. 22 തൊട്ട് സ്റ്റേജ് ഓഫ് വയബിലിറ്റി വിളിക്കാം. ആലോചിച്ച് പറയുക. ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫ് എന്ന് വിളിക്കാം. ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫ് എന്താ? ഫസ്റ്റ് വീക്ക് ലൈഫ് എന്താ? ഏർലി ന്യൂ നേറ്റൽ. 7 days to 20 എന്താ? 7 തൊട്ട് 20 എന്താ? ഏർലി നിയോനെറ്റ്. ഇത്ര ക്ലിയർ? ഇത്രയും ക്ലിയർ? സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്റ്റാർട്ടിങ് സമയം 8 മണിയാണോ? സമയം 8 മണിയാണോ? ടുമോറോ ക്ലാസ് വെക്കട്ടെ. ഫിസിക്കൽ ഗ്രോത്ത് തൊട്ട് ടുമോറോ ക്ലാസ് വെക്കട്ടെ. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ക്ലാസ്സിലാണ്. അങ്ങോട്ട് എല്ലാ ദിവസവും ക്ലാസ് കാണും. ടുമോറോ വെക്കട്ടെ. ഫിസിക്കൽ ഗ്രോത്ത് തൊട്ട് പീഡിയാട്രിക്കിനകത്ത് ഫിസിക്കലിനകത്ത് തൊട്ട് ടുമോറോ ക്ലാസ് വെക്കട്ടെ. ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റ് പീരിയഡ്സിനകത്ത് വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ ആണ് ഫിസിക്കൽ ഗ്രോത്ത് വരുന്നത്. അതുകൊണ്ട് ടുമോറോ രാത്രി 8 മണിക്കാണ് കേട്ടോ. 8 മണി കേട്ടോ. 8 മണിയാണ്. ഇനി സ്വന്തം 8 മണി കേട്ടോ. 8 മണി. ഓക്കെ, 8 മണി കാണാം. ടുമോറോ ക്ലാസ് ഉണ്ട് കേട്ടോ. ടുമോറോ പോയിട്ടിരിക്കാം. ടുമോറോ ആണ്. സോ താങ്ക് യു സോ മച്ച്. ടുമോറോ കാണാം. ഒരു മിനിറ്റ്. ആ പറഞ്ഞ ക്ലാസ്